അതായത് ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും ഉയർന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് ആം, പരമപദത്തിലേക്ക് അല്ലെങ്കിൽ ജനനമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ ലാസ്റ്റ് പറയുന്നതാണ് ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും ഉയരാനായിട്ട്. അതായത് ഭഗവാൻ നിർഗുണനാണ്, ഈ മൂന്ന് ഗുണങ്ങൾക്കും ഉപരിയാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾക്ക് ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും മേലെ ആകണമെങ്കിൽ, അതിൽ നിന്ന് ഉയരണമെങ്കിൽ നമ്മൾ എന്താണ്, ഭക്തിയുത സേവനം ചെയ്യണം, അല്ലെങ്കിൽ ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് ഭക്തിയുത സേവനം? ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഭക്തിയുത സേവനം ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത നവവിധ ഭക്തികളുണ്ട്. പിന്നെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവത്ഗീത, ഭാഗവതം, ശ്രീമദ് ഭാഗവതം വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ ദിവ്യധാമങ്ങളിൽ സന്ദർശിക്കുക, പിന്നെ ഭഗവാന് നിവേദിച്ച ഭോഗം പ്രസാദമായിട്ട് കഴിക്കുക, എപ്പോഴും സദാഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പിന്നെന്താണ്, ഈ പറയുന്ന ABCDE ഫോളോ ചെയ്യുക. ABCD എന്ന് A ഫോർ അസോസിയേഷൻ, ഭഗവാന്റെ ശുദ്ധഭക്തരുമായിട്ടുള്ള സത്സംഗത്തിൽ എപ്പോഴും കണക്ട് ചെയ്തിട്ടിരിക്കുക. അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ മായയാണ്. അപ്പം B എന്ന് പറഞ്ഞാൽ B ഫോർ ബുക്ക് റീഡിങ്. അപ്പം ബുക്ക് റീഡിങ്ങിൽ നമ്മൾ പകലിൽ എന്തായാലും ബുക്ക് കിട്ടിയില്ല, അപ്പൊ ഇനി ബുക്ക് റീഡിങ് കഴിവത് സമയമുള്ളപ്പോഴൊക്കെ നമ്മളതെടുത്ത് വായിച്ചു നോക്കുക. നമ്മളത് ആസിറ്റീസ് ആയിട്ട് വീട്ടിൽ വെക്കുകയല്ല, നമ്മളെടുത്ത് വായിക്കണം വല്ലപ്പോഴും ഒക്കെ എടുത്ത്. അപ്പം ബുക്ക് റീഡിങ്. C ഫോർ ചാൻഡിങ്, അതായത് ഹരിനാമം ജപിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. നമുക്കൊരു മാലയൊക്കെ തന്നിട്ടുണ്ട്, അത് മിനിമം 16 റൗണ്ട് ജപിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് നിങ്ങൾ പറ്റുന്നത് പോലെ മാലയിൽ 16 ജപിക്കാൻ പറ്റുന്നവർ ജപിക്കുക, അല്ലാത്തവർ ബാക്കി യാത്രകളിലൊക്കെ ചാൻഡിങ് കൗണ്ടറിലോ, അല്ലെങ്കിൽ ചിലർ ഈ വിരളയിൽ എണ്ണുന്നുണ്ട്, ഇങ്ങനെ വിരളയിൽ, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു ജപത്തിൽ മുഴുകിയിരിക്കുക. കാരണം നമുക്കറിയത്തില്ലല്ലോ ഏത് നിമിഷം നമുക്ക് എങ്ങനെ എന്ത് സംഭവിക്കാമെന്ന്. അപ്പൊ അതുകൊണ്ട് C ഫോർ ചാൻഡിങ്, D ഫോർ ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രസാദം. ഇപ്പൊ കൃഷ്ണപ്രസാദം നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള വിചാരമുള്ളവർ വെള്ളം മാത്രമെങ്കിലും ഓഫർ ചെയ്ത് തുടങ്ങുക, ഫ്രൂട്ട്സ് മാത്രം വെച്ചിട്ട് ഓഫർ ചെയ്ത് തുടങ്ങുക. പിന്നെ സത്സംഗങ്ങളിൽ പോയിട്ട് അവിടെ നിന്നെങ്കിലും പ്രസാദം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. സത്സംഗങ്ങളിൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ഏതെങ്കിലും സത്സംഗത്തിൽ, ഫിസിക്കൽ സത്സംഗമുള്ള സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രസാദം കഴിക്കാം. പിന്നെ D ഫോർ ഡയറ്റ് പറഞ്ഞു. ഇനി അടുത്ത് E ഫോർ എത്തിക്കേറ്റ്സ്. എത്തിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ വൈഷ്ണവ ആചരണം. വൈഷ്ണവ ആചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മൾ അതൊരു ഒരു പ്രോസസ്സാണ്. അത് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ല, ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ആ വലിയ സബ്ജക്റ്റ് ഞാൻ വളരെ ചുരുക്കി പറയാം. നമ്മൾ പ്രധാനമായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന്, നമ്മുടെ ഒരു ലുക്ക്, ഒരു ആറ്റർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു വൈഷ്ണവനാണെന്ന് നമുക്ക് തോന്നുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മളുടെ വിനയം, എളിമ. ഇതൊരു വൈഷ്ണവന്റെ ഭൂഷണമാണ് അല്ലെ. നമ്മളുടെ ആ ഒരു പെരുമാറ്റം മറ്റുള്ളവരോടല്ലേ. അല്ലെങ്കിൽ വൈഷ്ണവർ പരാദുഃഖി, ദുഃഖിയായിരിക്കണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എപ്പോഴും പങ്കെടുക്കുകയും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഭൗതികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വൈഷ്ണവൻ എന്താണ്, ഈ 12 അംഗങ്ങളിലും തിലകം, കുളിച്ചു കഴിഞ്ഞ ഉടനെ ഗംഗാജലത്തിൽ കുളിക്കണം. ഗംഗാജലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗംഗാ നദിയെ ആവാഹിച്ച് വരുത്തണം നമ്മൾ കുളിക്കുന്ന ബക്കറ്റിലെ വെള്ളത്തിലേക്ക്. എന്നിട്ട് നമ്മൾ വസ്ത്രം എടുത്തിട്ട് വേണം ടോയ്ലറ്റിൽ കുളിക്കാനായിട്ട്. കാര്യം ബാക്കി അല്ലെങ്കിൽ എന്താണ്, അഷ്ടദിക് പാലകന്മാരും അഷ്ടദിക് ഗജങ്ങള്, സപ്തർഷികള്, നവഗ്രഹങ്ങള്, എല്ലാവരും സാക്ഷിയാണ്. 33 കോടി ദേവന്മാര് സാക്ഷിയാണ്. അപ്പൊ അതൊരു അപരാധമായതുകൊണ്ട് നമ്മൾ ഗംഗാദേവിയെ ആവാഹിച്ച് ബക്കറ്റിലേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രം ഉപയോഗിച്ചിട്ട് തന്നെ കുളിക്കണം. പിന്നെ അത് കഴിഞ്ഞ് വന്ന്, കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ആദ്യം തന്നെ വൈഷ്ണവ തിലകം എടുത്തിട്ട് ധരിക്കണം. പിന്നെ ആചമനം ചെയ്യണം, ശുദ്ധി വരുത്തുക. അതിനുശേഷം ആരതി ചെയ്യുക, അഭിഷേകം ചെയ്യുക, അങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ടീഷർട്ട് ഒന്നും അല്ലാതെ കുർത്തയും ധോത്തിയും അങ്ങനെയൊക്കെയുള്ള അത് ധരിക്കണം. പിന്നെ എന്താണ്, അങ്ങനെ അതൊരു ഒരു വലിയ പ്രോസസ്സാണ്. പിന്നെ തുളസി ആരതി ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ അതില് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞ, നമുക്ക് ഇതിനകത്ത് എത്ര ആചരണം ചെയ്യാൻ പറ്റും. ആദ്യമേ പറഞ്ഞ ഫസ്റ്റ്, എളിമയായിട്ട് മറ്റുള്ളവർ പെരുമാറുക. കാമക്രോധ ലോഭമോഹാദികളിൽ നിന്ന് പതുക്കെ 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 നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കാരണം അതിനോടുള്ള ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ
ഒരുപാട് വരും, എനിക്ക് അത് സ്വന്തമാക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അടുത്ത മാസത്തെ ശമ്പളത്തിന് ഇത്രയും കൂട്ടി വെച്ചിട്ട് എനിക്ക് അത് മേടിക്കണം, ഇത് മേടിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ അമിതമായ ആഗ്രഹങ്ങളും മോഹങ്ങളും നമ്മൾ കുറയ്ക്കുക. കഴിവതും മറ്റുള്ളവരോട് ഒന്നിനും ഒരു തരത്തിലും യാതൊരു തരത്തിലുള്ള ക്രോധവും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഈ ഡിവോഷണൽ സർവീസസ് നവവിധ ഭക്തിയിൽ കൂടിയും അതുപോലെ തന്നെ നമ്മൾ ഈ ABCDE ഫോളോ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ഭക്തിയുത സേവനം ഭഗവാനോട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് നവവിധ ഭക്തി? നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അഖിലിന് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കാം. പ്രഭാരം പ്രഭു ഇപ്പൊ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്ന ഇതിലാണെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർമ്മം ചെയ്യുക, അതുപോലെ തന്നെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ കേൾക്കുകയാണ്. നവവിധ ഭക്തിയിൽ ഇപ്പം മാതാജിമാർ രണ്ടുപേരും ഇല്ല, അവർക്ക് കുറച്ച് അറിയാവുന്നതാണെന്ന് തോന്നുന്നു ഈ ടോപ്പിക്ക്. നവവിധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോരുന്നത്. ഈ നവവിധ ഭക്തിയിൽ ഈ 9 എണ്ണവും പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തി ആചാര്യന്മാർ പറയുന്നത് അംബരീഷ് മഹാരാജാവിനാണ്. അംബരീഷ് മഹാരാജാവിനാണ് ഈ നവവിധ ഭക്തി എല്ലാം പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള എല്ലാം. ഏതിനും നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അദ്ദേഹത്തിന്റെ കഥ നമ്മളിപ്പോൾ പറയാനായിട്ടുള്ള ഇതല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ചിലപ്പോൾ അകലിന് അറിയത്തില്ല, ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അദ്ദേഹം എങ്ങനെയായിരുന്നു ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്തിരുന്നെന്നുള്ളത് നമുക്കെല്ലാവരും ഉദാഹരണമാണ്. അദ്ദേഹം മഹാരാജാവായിരുന്നു, ചക്രവർത്തി ആയിരുന്നു. എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് ഭക്തിയുത സേവനം ചെയ്തിരുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണം. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആചാര്യന്മാരും നമ്മുടെ ശാസ്ത്രത്തിലെ പുരാണങ്ങളിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ശ്രവണമാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ കേൾവിയിൽ കൂടെ നമ്മൾ ഈ രണ്ട് ചെവി എന്താണ്, ഒരു ഗേറ്റ് വേ ടു ദ ഹേർട്ടാണ്. ഹാർട്ടിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ട് പരമാത്മാ സ്വരൂപത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, എല്ലാ ജീവജാലങ്ങളുടെയും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ഇനി പഠിക്കാൻ പോകുന്ന 15ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതാണ്. അപ്പം ഈ ശ്രവണം എന്ന് പറയുന്നത് നമ്മൾ മുതിർന്ന വൈഷ്ണവരിൽ നിന്ന്, നല്ല പരമ്പര വഴി വന്ന ആചാര്യന്മാരിൽ നിന്ന് നല്ല ശ്രവണമായിരിക്കണം. അപ്പൊ ഈ ശ്രവണം ഞാൻ ഒരുപാട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതല്ല ടോപ്പിക്ക്. അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ശ്രവണത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ അതിന് നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞ സുഖദേവ് ഗോസ്വാമിയാണ്. സുഖദേവ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ശ്രീ സുഖ ബ്രഹ്മർഷി. അപ്പൊ അദ്ദേഹമാണ് എന്തെഴുതിയത്? ശ്രീമദ് ഭാഗവതം നമുക്ക് വേണ്ടിയിട്ട് തന്നയാൾ അല്ലേ, ശ്രീമദ് ഭാഗവതം. അപ്പൊ അദ്ദേഹമാണ് ഈ ഈ ശ്രവണം ശ്രവണം നമ്മൾ എന്താണ്, വ്യാസദേവന്റെ അടുക്കൽ നിന്ന് ഈ ശ്രീമദ് ഭാഗവതം കേട്ടതുകൊണ്ട് അദ്ദേഹം ശ്രവണത്തിന് ഇമ്പോർട്ടന്റ് അദ്ദേഹം വന്നു, സുഖദേവ് ഗോസ്വാമി. അതുപോലെ തന്നെ കീർത്തനത്തിനും അദ്ദേഹത്തിനെ തന്നെ നമ്മൾ പറയാറുണ്ട്, കാര്യം അദ്ദേഹമാണ് ഭാഗവതം എഴുതിയത്. പിന്നെ കീർത്തനത്തിന് നമ്മൾ വ്യാസദേവന്റെ കാര്യവും പറയാറുണ്ട്. വ്യാസദേവൻ മഹാഭാരതം കീർത്തന രൂപേണ ഗണപതിക്ക് ഉപദേശിച്ചു കൊടുത്തു, ഗണപതിയാണ് അത് എഴുതിയത്. പിന്നെ അടുത്തത് വിഷ്ണു സ്മരണം. വിഷ്ണു സ്മരണത്തിന് 2 പേരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ഗജേന്ദ്രൻ ആ വിഷ്ണു സ്മരണം കൊടുത്തു ഭഗവാൻ. പിന്നെ എന്താണ്, നമ്മുടെ പ്രഹ്ലാദൻ ഓരോ സമയത്തും അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഭഗവാനെ സ്മരിച്ചു. അപ്പോൾ അങ്ങനെ ഭഗവാൻ നരസിംഹ അവതാരം എടുക്കേണ്ടി വന്നു അല്ലേ. അങ്ങനെ സ്മരണം. പിന്നെ എന്താണ്, കീർത്തനം എന്ന് പറഞ്ഞ മീരാഭായിയും പറയാറുണ്ട് കീർത്തനത്തിന്. പിന്നെ അടുത്തത് അർച്ചനം എന്ന് പറഞ്ഞാൽ പൃഥു മഹാരാജാവ്, അദ്ദേഹത്തിന്റെ സ്റ്റോറി ഒരുപാടുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. കീർത്തനം, അർച്ചനം. വന്ദനം എന്ന് പറഞ്ഞാൽ അക്രൂരൻ, ഭഗവാന്റെ പരമഭക്തനായ അക്രൂരൻ. ഏത് രൂപങ്ങളിൽ എവിടെ ഭഗവാന്റെ ധാമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, ഭഗവാനെ വന്ദിച്ചിട്ട് അങ്ങ് കമിഴ്ന്നടിച്ച് വീണിട്ട് അവിടെ ദണ്ഡവത്ത് അടിക്കുകയാണ്. ഭഗവാന്റെ പാദപത്മങ്ങളിൽ വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികളിലും അദ്ദേഹം കിടന്ന് ഉരുളുവാണ് അല്ലെ, അദ്ദേഹമാണ് വന്ദനം. പിന്നെ ദാസി എന്ന് പറഞ്ഞ ഹനുമാൻ, ഭഗവാന്റെ എപ്പോഴും ദാസി രൂപത്തിൽ ദാസഭാവേന സേവ ചെയ്തു അദ്ദേഹം. പിന്നെ അടുത്ത് സാഖി എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അർജുനനും സുധാമയും ഭഗവാന്റെ സഖരാണ്, അതായത് കൂട്ടുകാരാണ്. അപ്പൊ
ആ കൂട്ടുകാരൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ ഭഗവാനെ നമുക്ക് സേവ ചെയ്യാം, അല്ലെങ്കിൽ സാഖ്യരസത്തിൽ. പിന്നെ അടുത്തത് സാഖ്യം. പിന്നെ അടുത്തത് എന്താണ്? പാദസേവനം. പാദസേവനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ ലക്ഷ്മി ദേവിയാണ്. ഭഗവാന് സദാ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാദത്തിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, വൈകുണ്ഠത്തിൽ. പിന്നെ അടുത്തത് അവസാനത്തേത് 9-ാമത്തേത് ആത്മനിവേദനം. ആത്മനിവേദനത്തിന് പ്രധാനമായിട്ട് പറയുന്നത് നമ്മളുടെ മഹാബലിയാണ്. മഹാബലി അദ്ദേഹത്തിന്റെ ഭഗവാൻ വാമനദേവൻ എന്താണ് കാലെടുത്ത് ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും മഹാബലി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും എല്ലാം കൂടെ, ആത്മാവും എല്ലാം കൂടെ കൂടി ഭഗവാനിലേക്ക് സമർപ്പിച്ചു. പൂർണ്ണ സമർപ്പണം. അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞ് തല താഴ്ത്തി കൊടുത്തു അല്ലേ. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചിരുന്നു ഈ ലോകം മുഴുവൻ എന്റേതാണെന്ന് വിചാരിച്ചിരുന്നു. അത് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഭഗവാൻ അളന്നെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലായി, ഞാൻ എന്താ പറയുന്നത്, ഇനി മുഴുവനും ഭഗവാനിൽ അടിയറവ് വെക്കുക. സാധാരണഗതിയിൽ നമ്മുടെ ശരീരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സും ആത്മാവും ഒന്നും അടിയറവ് വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകത്തില്ല. ഇദ്ദേഹം എന്തായിരുന്നു, അത്രയും ഉയർന്ന ലെവലിൽ പ്രഹ്ലാദന്റെ കൊച്ചുമോനായിരുന്നത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആത്മാവും ശരീരവും എല്ലാം ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അങ്ങനെയാണ് ഭഗവാൻ അദ്ദേഹത്തിനെ വിതലം എന്ന് പറയുന്ന, അല്ല സുതലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഭഗവാൻ അദ്ദേഹത്തിന് ഒരു പുരം തന്നെ ഒരു പണി കഴിപ്പിച്ചു കൊടുത്തത്. നമ്മൾ കാണുന്ന ഈ അധമലോകങ്ങളിൽ പാതാളത്തിലേക്കല്ല അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. ഭാഗവതം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം സുതലം എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ അദ്ദേഹത്തിന് കെട്ടിക്കൊടുത്തു. അവിടെ വാമനദേവൻ അദ്ദേഹം കാവലിരിക്കുകയാണ് അല്ലെ. അടുത്ത ഇന്ദ്രനാകാനായിട്ടുള്ള ചാൻസ് ആർക്കാണ്? മഹാബലിക്കാണ്. അപ്പൊ ഇന്ദ്രനാകാനായിട്ട് മോഹിച്ചിട്ടാണല്ലോ അദ്ദേഹം ഈ അതിഥി മാതാവിന്റെ കവചകുണ്ടലങ്ങളൊക്കെ അവിടുന്ന് ഇന്ദ്രനെ നിഷ്കാസനം ചെയ്ത് കൊണ്ടുവരാനും, ഭഗവാൻ അതിഥി മാതാവ് പയോവ്രതം എടുത്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ നിങ്ങളുടെ മകനായിട്ട് വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ വാക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു വരുന്ന ഈ അവതാരത്തിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ത്രിഗുണങ്ങൾ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞ 14-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അവസാനം കണ്ടത്, ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നമുക്ക് കരകയറണമെങ്കിൽ, പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവോഷണൽ സർവീസസ് ചെയ്യണം. ഹരേ കൃഷ്ണ. ബിനീഷ് പ്രഭു എന്തായാലും പ്രഭു ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കയറിയല്ലോ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു പ്രഭു. ഓക്കെ പ്രഭു. അടുത്തത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഇതിൽ നിന്ന് കയറാനായിട്ട് നമ്മൾ പുരുഷോത്തമനുമായിട്ട് യോഗം ചേരണം. പുരുഷോത്തമൻ ആരായിരുന്നു? പുരുഷോത്തമൻ. അപ്പം നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ മീശ വെച്ച് നടക്കുന്ന എന്താണ് പറയുന്നത്? മീശ പിരിച്ച് അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നടക്കുന്ന നമ്മൾ പുരുഷനാണെന്ന് പറയും അല്ലേ. അപ്പൊ ശരിക്കും നമ്മൾ പുരുഷനാകാനായിട്ടുള്ള യാതൊരു യോഗ്യതകളും ഇല്ല. നമ്മൾ പുരാണങ്ങളിലേക്ക് പോകുന്ന ഒരു പുരുഷനാണെങ്കിൽ മിനിമം കുറെ യോഗ്യതകൾ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു പുരുഷനാകാനായിട്ടുള്ള യാതൊരു യോഗ്യതകളും നമുക്കില്ല. ഈവൻ സ്ത്രീകൾക്ക് പറയുന്ന യോഗ്യതകളോ അതും നമുക്കില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്താ, നപുംസകങ്ങളാണോ? അതുമല്ല. നമ്മളപ്പം വറീഡ് ആകണ്ട. നമ്മളുടെ എല്ലാവരുടെയും ഭർത്താവ് ആരാണ്? ഭഗവാനാണ്. അപ്പം ഭർത്താരമഹം എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആളല്ലേ. അപ്പൊ നമ്മളെ എല്ലാവരെയും ഭരിക്കുന്ന ആള് എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാനാണ് നമ്മളുടെ എല്ലാം ഭർത്താവ്. അപ്പൊ എന്താണ്, പുരുഷൻ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും ഭഗവാന്റെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമപുരുഷൻ, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ, അല്ലെങ്കിൽ പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത്. അപ്പൊ പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആ ഒരു പുരുഷോത്തമനുമായിട്ട് യോഗം ചേരുന്നു. അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അദ്ദേഹവുമായിട്ട് നമ്മൾ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു, അദ്ദേഹവുമായിട്ട് എങ്ങനെ നമ്മൾ കൂടിച്ചേരുന്നു എന്ന് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം, ഡിവോഷണൽ സർവീസസ് ചെയ്തു വരുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് വേണം ഡിവോഷണൽ സർവീസസ് ചെയ്യേണ്ടത് അല്ലേ? ആ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ പുരുഷോത്തമനുമായിട്ട്, സാധാരണഗതിയിലുള്ള ഒരു ഡെമിഗോഡ് എന്ന് പറഞ്ഞാൽ ഉപദേവതമാരുമായിട്ടല്ല നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടത്. പുരുഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അല്ലെങ്കിൽ ആരുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്? ഈശ്വര പരമകൃഷ്ണ, വെറും ഈശ്വരനല്ല, പരമ സുപ്രീം, കൃഷ്ണ
സച്ചിദാനന്ദ വിഗ്രഹ, അദ്ദേഹം സച്ചിത് ആനന്ദ ശക്തികളുടെ ഒരു സമ്മിശ്രണമാണ് അല്ലെ. വേറെ ഒരാളെ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയാറില്ല. വിഗ്രഹ, അദ്ദേഹത്തിന് രൂപമുണ്ട്. ഇപ്പൊ രൂപം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ഇത് മനസ്സിലാക്കണം. അദ്ദേഹം വിഗ്രഹ, രൂപമുണ്ട്. ഒരേ സമയത്ത് അദ്ദേഹത്തിന് രൂപം ഉണ്ട് താനും, ഒരേ സമയത്ത് രൂപം ഇല്ല താനും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ച സ്വരൂപിയായ ആദി വിരാട് പുരുഷ ഭഗവാൻ, അല്ല ആദി വിരാട് പുരുഷൻ നാരായണൻ, അല്ലെങ്കിൽ വിശ്വരൂപ ദർശനം കൊടുത്ത ഭഗവാൻ എന്ന് പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിലാണ് ഉള്ളത്. അപ്പം പ്രപഞ്ചാകാരനായ രൂപമുള്ള വിഷ്ണു എന്ന് പറഞ്ഞ എന്താണ്, ഭയങ്കര വിശാലമായ പ്രപഞ്ചത്തിന്റെ സ്വരൂപമുള്ള ആ ഭഗവാന് രൂപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപം ഇല്ല. എന്നാൽ രൂപം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം അദ്ദേഹം എന്താണ്, ചതുർഭുജ നാരായണ രൂപത്തിൽ വൈകുണ്ഠത്തിലും അദ്ദേഹം ദ്വിഭുജ ശ്യാമസുന്ദര രൂപത്തിൽ ഗോലോകത്തിലും ഒരേ സമയത്ത് കഴിയുന്നു. അതേ സമയത്ത് രൂപമില്ലാത്ത അവസ്ഥയിൽ നമ്മളുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു, ഹൃദയത്തിൽ അല്ലേ, നമ്മുടെ ജീവാത്മാവിനോട് കൂടി തന്നെ. അപ്പം ഭഗവാന് മാത്രമേ അത് പറ്റത്തുള്ളൂ അല്ലെ. ഒരേ സമയത്ത് ചതുർഭുജ നാരായണ രൂപത്തിൽ അനേകം വൈകുണ്ഠ ലോകങ്ങളിലും അദ്ദേഹം ദ്വിഭുജ, രണ്ട് കൈകളോടുകൂടി ദ്വിഭുജ മുരളീധര ശ്യാമസുന്ദര രൂപത്തിൽ, മുരളീധരൻ എന്ന് പറഞ്ഞാൽ മുരളിയോടുകൂടി അല്ലെങ്കിൽ ഓടക്കുഴലോടുകൂടി എന്താണ് അദ്ദേഹം ശ്യാമസുന്ദരനായിട്ടുള്ള, അതായത് നമ്മൾ ഈ കാണുന്ന നിറമാണ് ഭഗവാന്റെ ശ്യാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുണ്ട കറുത്ത കാർമേഘത്തിന്റെ കളറോടുകൂടി അദ്ദേഹം എന്താണ് ഗോലോക വൃന്ദാവനത്തിലും അതേപോലെ തന്നെ പരമാത്മാ സ്വരൂപേണ നമ്മളുടെ എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും അദ്ദേഹം കുടികൊള്ളുന്നു. അപ്പൊ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ, അദ്ദേഹത്തിന് ഏതെങ്കിലും തുടക്കമുണ്ടോ? കാര്യം അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാം തുടക്കം. അനാദിർ ആദിർ, അദ്ദേഹത്തിൽ നിന്നാണ് സർവ്വം തുടക്കം. അദ്ദേഹത്തിന് ഒരു അന്തവുമില്ല ആദിയുമില്ല. ഗോവിന്ദ, അദ്ദേഹം ഗോവിന്ദനാണ്, ഗോക്കളുടെയും അതുപോലെ നമ്മളുടെ എല്ലാവരുടെയും സംരക്ഷണാണ്, ഇന്ദ്രിയങ്ങളുടെ അധിപതിയാണ്. അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം, അദ്ദേഹമാണ് എല്ലാ കാരണങ്ങൾക്കും കാരണം. അപ്പം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭഗവാൻ, അദ്ദേഹത്തിന് മാത്രമേ നമുക്ക് പുരുഷോത്തമൻ എന്നുള്ള വാക്ക് സൂചിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം എന്താണ് ത്രേതായുഗത്തിലെ ഏത് പുരുഷോത്തമനായിട്ടാണ് അവതരിച്ചത്? ത്രേതായുഗത്തിലെ ആർക്കാ പറയാൻ പറ്റുന്നത്? ത്രേതായുഗത്തിൽ ഭഗവാൻ ഏത് പുരുഷോത്തമ അവതാരമാണ് സ്വീകരിച്ചത്? മര്യാദാ പുരുഷോത്തമൻ, മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ടാണ് അവതരിച്ചത്. എന്നാൽ ദ്വാപര യുഗത്തിൽ അദ്ദേഹം എന്താണ് ലീലാ പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടാണ് അവതരിച്ചത്. സ്വയം ഭഗവാൻ തന്നെ ഭഗവാനായിട്ട് അവതരിച്ചു. മറ്റേതൊക്കെ ഓരോ അവതാരങ്ങളായിരുന്നു. ഇത് ശ്രീകൃഷ്ണൻ നമ്മൾ ശ്രീകൃഷ്ണ അവതാരം എന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പരമപുരുഷൻ സാക്ഷാൽ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ തന്നെ അവതരിച്ചു. പൂർണ്ണ അവതാരം എന്നാണ് നമുക്ക് പറയാം ശ്രീകൃഷ്ണ അവതാരത്തെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ്സായി പോയി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ് എടുത്തത്. പ്രഭു ഹസ്ബൻഡ് വെള്ളിയാഴ്ച അങ്ങനെ പോവാറില്ല, ഇങ്ങനെ അപ്പം വീട്ടിലുണ്ടാവും. അപ്പൊ ചോറൊക്കെ എടുത്തിച്ചു കൊടുത്തിട്ട് വേണേ വരാൻ വേണ്ടിട്ട്. ഹരേ കൃഷ്ണ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു മാതാജി. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പം എന്തായാലും ഞാൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്, ചിലപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നമ്മള് ത്രേതായുഗത്തിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായിട്ടാണ് അദ്ദേഹം അവതരിച്ചത്. ദ്വാപര യുഗത്തിൽ അദ്ദേഹം എന്താണ് ലീലാ പുരുഷോത്തമനായിട്ട്. ഭഗവാൻ ചെയ്ത അത്രയും ലീലകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ദ ഗോഡ് ഹെഡ്, അദ്ദേഹം അതേ രൂപത്തിൽ അതേ ഭാവത്തിലും തന്നെ അവതരിച്ചു അല്ലേ. അദ്ദേഹം ലീലാ പുരുഷോത്തമൻ. വേറെ ഏതെങ്കിലും ദേവന്മാർ ലീലകൾ ചെയ്തിട്ടുണ്ട്? നമ്മൾ പറയും മഹാദേവൻ എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? നമുക്ക് പറയാൻ ഒരു ലീലയെങ്കിലും ഉണ്ടോ? ഇല്ല. ദേവി എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? ഇല്ല. ഗണപതി ഭഗവാൻ എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? ഇല്ല. സുബ്രഹ്മണ്യ സ്വാമിയോ എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? അവരാരും ചെയ്തിട്ടില്ല. അത് ഇദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലെ, ലീലാ പുരുഷോത്തമൻ. പിന്നെ അടുത്തത് കലിയുഗത്തിൽ അദ്ദേഹം ആരായിട്ടാണ് അവതരിച്ചത്? ഏത് പുരുഷോത്തമനായിട്ടാണ് അവതരിച്ചത്? അദ്ദേഹം എന്താണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. ചൈതന്യ മഹാപ്രഭുവായിട്ട് അദ്ദേഹം
അദ്ദേഹം ഔദാര്യ പുരുഷോത്തമനായിരുന്നു. ഇത് ഔദാര്യം അല്ലെങ്കിൽ നമ്മളോടെല്ലാം ഭയങ്കര ഔദാര്യം കാണിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഹരിനാമം തന്നത് അല്ലേ. ഹരിനാമം മാത്രം ജപിച്ചാൽ മതി, നീ വേറൊന്നും ചെയ്യണ്ട, നിന്നെ ഞാൻ എന്താണ് ഭഗവാന്റെ ദിവ്യധാമത്തിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് അദ്ദേഹം കലിയുഗത്തിൽ ബംഗാളിലെ 550 വർഷങ്ങൾക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭു ആയിട്ട് അവതരിച്ചത് അല്ലേ. ഗൗരംഗ മഹാപ്രഭുവായിട്ട് അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് മായാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നവദ്വീപിൽ അദ്ദേഹം അവതരിച്ചത്. അദ്ദേഹം ഔദാര്യ പുരുഷോത്തമനായിട്ടാണ് അല്ലേ. ഔദാര്യം ഇങ്ങനെ വാരിക്കോരി നമ്മളോടെല്ലാം ഭയങ്കര ഔദാര്യം അല്ലെങ്കിൽ കൃപയുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് അങ്ങനെ അവതരിച്ചിട്ട് ഈ ഹരിനാമം മാത്രം നിങ്ങൾ ജപിച്ചാൽ മതി, ഇത്രയും വളരെ ഈസി ആയിട്ട് ജപിക്കാൻ പറ്റും, ഒരു സംസ്കൃതവും പഠിക്കേണ്ട, വേദങ്ങൾ പഠിക്കേണ്ട, ഒന്നും പഠിക്കേണ്ട. അങ്ങനെ നമ്മളോടുള്ള ഔദാര്യം കൃപ കൂടിയിട്ടാണ് അദ്ദേഹം ഔദാര്യ പുരുഷോത്തമൻ ആയിട്ട് അവതരിച്ചത്. അപ്പൊ മര്യാദാ പുരുഷോത്തമൻ, ലീലാ പുരുഷോത്തമൻ, ഔദാര്യ പുരുഷോത്തമൻ ആയിട്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് കലിയുഗത്തിൽ അവതരിച്ചു. അങ്ങനെ ഈ പുരുഷോത്തമനുമായിട്ട് യോഗം ചേരാനായിട്ട് നിങ്ങളൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭഗവാനായിട്ട് യോഗം ചേരാനായിട്ടുള്ള പ്രോസസ്സ് ആരംഭിക്കാം. പുരുഷോത്തമ യോഗം 15ാമത്തെ അധ്യായം. അപ്പം ആ പുരുഷോത്തമനുമായിട്ട് എങ്ങനെ യോഗം ചേരാന്ന്, പുരുഷോത്തമൻ ആരാണെന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം. ശ്രീഭഗവാനുവാചാം ഊർധമൂലമദശാഖാമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീഭഗവാനുവാചാം ഊർധമൂലമദശാഖാമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീഭഗവാനുവാച ഊർധമൂലമദശാഖാമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. മാതാജി വായിക്കുക. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച ഊർധമൂലമദശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. അഖിലിന് വായിക്കാൻ പറ്റുമോ? ഇല്ല, പേജ് എനിക്ക് കിട്ടിയിട്ടില്ല. എത്രാമത്തെ പേജായി വരുന്നത്? എന്റെ ഇതില് 735 ആണ്. പുരുഷോത്തമ യോഗം 15ാമത്തെ അധ്യായം, ചാപ്റ്റർ 15. ഇത് തന്നെ ആയിരിക്കണമെന്നില്ല അതില്, എന്നാല് 735 ആണ് എന്റെ ഇതില്. ഓക്കെ ഓക്കെ. പുരുഷോത്തമ യോഗം. ഊർധ്വമൂലമദം ശാഖമശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ പറയുമ്പോൾ ശ്രീ ഭഗവാൻ ഉവാചാൻ തന്നെ പറയണം. കാര്യം ഭഗവാൻ പറഞ്ഞു അല്ല, ഇത് ഭഗവാൻ പറഞ്ഞതാണ്, ഭഗവാന്റെ വാണി ആയതുകൊണ്ട് എവിടെയൊക്കെ ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയണം. ചിലപ്പം ഇത് എന്താണ് സഞ്ജയ ഉവാച ആയിരിക്കും, ചിലപ്പം നമ്മളുടെ അർജുന ഉവാച ആയിരിക്കും. ഇനി അങ്ങോട്ട് അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് 1-2 ശ്ലോകങ്ങൾ സഞ്ജയൻ പറയുന്നുണ്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട്. പിന്നെ അർജുന ഉവാചയും അർജുനൻ ചോദിക്കുന്നു, ഭഗവാൻ പറയുന്നു. കൂടുതലും ഭഗവാൻ ഉവാച തന്നെ ആയിരിക്കും ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ. അപ്പം ശ്രീല പ്രഭുപാദയുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീല പ്രഭുപാദ്. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഊർധമൂലം വേരുകൾ മേൽപോട്ടായിട്ടും അധശാഖം ശാഖകൾ കീഴ്പോട്ടായിട്ടും അശ്വത്ഥം അശ്വത്ഥത്തെ അല്ലെങ്കിൽ അറിയാൽ, അവ്യയം അവ്യയമെന്ന്, സനാതനമെന്ന് പ്രാഹു പറയുന്നു, ഛന്ദാംസി ഛന്ദസ്സുകൾ അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ, യസ്യ യാതൊന്നിന്റെ പർണാനി ഇലകളാകുന്നു, യാതൊരുവൻ തം അതിനെ അല്ലെങ്കിൽ അശ്വത്ഥത്തെ വേദ അറിയുന്നു, സ അദ്ദേഹം വേദവിത് വേദജ്ഞനാകുന്നു. അപ്പം ഇതിനകത്ത് ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ചെയ്ത് ശ്രീല പ്രഭുപാദ് അത് നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ.
ആ വേദം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ അത്ര മനസ്സിലാകത്തില്ല. ഒരു പുരുഷോത്തമ യോഗ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തുടക്കത്തിൽ തോന്നും. കാര്യം നമ്മൾക്കൊരു വൃക്ഷവുമായിട്ടൊക്കെ ഉപമിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ഒരു അശ്വത്ഥം എന്ന് പറഞ്ഞ വൃക്ഷം എന്താണ്? ആലാണെന്ന് ഇവിടെ നമ്മൾ വിവർത്തനത്തിൽ കണ്ടു. അരയാൽ അല്ലേ? അപ്പൊ ഈ അരയാല് എന്ന് ഭഗവാൻ പറയാൻ കാര്യം എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ ഭഗവത്ഗീത ആ, ഇതിലെ 10ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. എന്റെ പേരെന്താണ്? വിഭൂതി യോഗം. ഭഗവാന്റെ വിഭൂതികളിലേക്ക് പോകുന്നുണ്ട്. ആ വിഭൂതി യോഗത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, ഞാൻ വൃക്ഷങ്ങളിൽ അശ്വത്ഥമാണെന്ന് പറയുന്നുണ്ട്. ആ ശ്ലോകം ഞാനിത് എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്പർ ഓർമ്മയില്ല, പക്ഷെ നമുക്ക് ഏകദേശം ഒന്ന് ഓടിച്ചു നോക്കാം. വിഭൂതി യോഗത്തില് വിഭൂതി യോഗത്തിലല്ല, വേറെ ഇതിലാണ്. ഞാനത് പിന്നീട് നോക്കി പറയാം. അപ്പം ഞാൻ വൃക്ഷങ്ങളിൽ അശ്വത്ഥമാണ്. ഞാൻ ആ, ആനകളിൽ ഐരാവതം, ആ, പിന്നെ ഞാൻ കുതിരകളിൽ ഉച്ചൈസ്രവസ്, അതുപോലെ തന്നെ ദേവന്മാരിൽ മഹാദേവൻ. അപ്പൊ അങ്ങനെ ആ, ഭഗവാൻ ഓരോ വിശിഷ്ട വ്യക്തികളിലും അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആള് ഞാനാണെന്ന് പറഞ്ഞിട്ട്, അതേ കിട്ടി 26ാമത്തെ ശ്ലോകം. അതിലെ തന്നെ 26ാമത്തെ ശ്ലോകം, അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോ മുനീം. ആ ശ്ലോകമാണ്. അതായത് വൃക്ഷങ്ങളിൽ അശ്വത്ഥവും ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും യോഗസ്ഥിതി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ, ഭഗവാന്റെ വാക്കുകളാണ്. വൃക്ഷങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ വൃക്ഷമായിട്ട് കണക്കാക്കപ്പെടുന്ന അശ്വത്ഥമാണ്, അല്ലെങ്കിൽ അരയാലാണ്. അപ്പോൾ ഈ വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ഥം അല്ലെങ്കിൽ അരയാൽ ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. ദേവർഷിമാരിൽ നാരദൻ, അദ്ദേഹവും ഞാനാണ്. ഗന്ധർവന്മാരിൽ ചിത്രരഥൻ, ഏറ്റവും ശ്രേഷ്ഠനായ ഗന്ധർവൻ ചിത്രരഥൻ ഞാനാണ്. യോഗ സിദ്ധി നേടിയവരിൽ ഏറ്റവും കൂടുതൽ യോഗ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഭഗവാൻ കപിലമുനിയായിട്ട് അവതരിച്ചിരുന്നു. ഭഗവാന്റെ ഒരു അംശാവതാരമാണ് കപിലമുനി. കപിലമുനിയായിട്ട് ദേവഹൂതിക്ക് ആണ് ഉണ്ടായത് അല്ലേ? ദേവഹൂതിക്ക് ഭഗവാൻ മകനായിട്ട് പിറന്നു. അങ്ങനെ ഈ കപിലമുനി ദേവഹൂതി അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നതാണ് സാങ്ഖ്യശാസ്ത്രം. അപ്പൊ ആ യോഗ സിദ്ധി നേടിയവർ, അതുകൊണ്ട് അദ്ദേഹം യോഗസിദ്ധി നേടിയ ആളാണ്. അപ്പൊ യോഗസിദ്ധിയിൽ ഞാൻ കപിലമുനിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പൊ വൃക്ഷങ്ങളിൽ അശ്വത്ഥം, അപ്പൊ അശ്വത്ഥം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വൃക്ഷമാണ്. അതുകൊണ്ടാണ് അരയാലിന് പ്രദക്ഷിണം ചെയ്യണം, 7 പ്രദക്ഷിണം ചെയ്യുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു മന്ത്രം ജപിക്കാറുണ്ട്, മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. അത് നമ്മൾ പല ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആലിന്റെയൊക്കെ അവിടെ ഇങ്ങനെ ഈ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആലിന് 7 പ്രദക്ഷിണം. വൈകുന്നേരം പ്രദക്ഷിണം വെക്കാറില്ല, കാര്യം വൈകുന്നേരം അവിടുന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാറുണ്ട്. പകല് മുഴുവൻ എന്താണ്, ഓസോണിന്റെ ഒരു ജനറേറ്റർ തന്നെയാണ് ആൽവൃക്ഷം. ഓസോൺ, തുളസിയും അതുപോലെ തന്നെ അരയാലും ഓസോണിന്റെ ഒരു ഹ്യൂജ് പവർ ഹൗസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടന്ന് ഇരിക്കുക, വിശ്രമിക്കുക, അതെല്ലാം തന്നെ വളരെ നല്ലതാണ്. ആലില എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും അല്ലെ? ചെറിയൊരു മന്ദമാരതിൽ തന്നെ ആടിക്കൊണ്ടിരിക്കും. അത്ര നൈസ് ആയിട്ടുള്ള ഇലയാണ്. അപ്പൊ ഒരു ചെറിയ കാറ്റ് വരും. അപ്പൊ നമ്മള് ഒരാള്, ഞാൻ കഥ ഡീറ്റെയിൽഡ് പറയുന്നില്ല, വളരെ ഒരു ത്രെഡ് മാത്രം പറയാം.
ഒരാളെപ്പോഴും ഈ ഭഗവാന്റെ സൃഷ്ടി ഇതെന്താണ് അങ്ങനെ ആയത് അങ്ങനെയാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും പറയണം. അദ്ദേഹം ഇങ്ങനെ കുറെ ദൂരം നടക്കേണ്ടി വന്നു. അപ്പൊ അദ്ദേഹം ആ, കൊണ്ടൊരു മത്ത ഇങ്ങനെ പടന്ന് കിടക്കുന്ന കണ്ടു. അപ്പം ആ മത്ത പടന്ന് കിടക്കുന്ന കണ്ടപ്പോ പറഞ്ഞു, എത്ര മോശ സൃഷ്ടിയാണ്, ഇത്രയും വലിയ ഒരു സാധനം വന്നിട്ട് എന്താണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി കണ്ടില്ലേ, അതൊരു വള്ളിപ്പടർപ്പില്. ഇത്രയും വലിയ സാധനമാണ് മത്ത, അല്ലെ? അത് വന്ന് കിടക്കുന്നത് ഒരു വള്ളിപ്പടർപ്പില്. ഭഗവാന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കാണ്, അല്ലെ? യാതൊരു ഇതുമില്ല, ഒരു അടിസ്ഥാനം ഇല്ലാതെയാണ് ആ മത്ത കൊണ്ടുപോയിട്ട് എന്താണ് പറഞ്ഞത് ഈ ഒരു ചെറിയ വള്ളിപ്പടർപ്പിൽ കൊണ്ടേ വെച്ചിരിക്കുന്നത്. എന്താണ് ഇത് ഇങ്ങനെയൊക്കെയെന്ന് വിചാരിച്ചു. കുറെ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. എന്ത് ചെയ്തു? ആ, അദ്ദേഹം ദാഹിച്ചു. അങ്ങനെ വിശന്ന് വലഞ്ഞ് ഒരു വൃക്ഷച്ചോട്ടിൽ, അതൊരു അരയാലായിരുന്നു, അരയാലിന്റെ ചോട്ടിൽ കിടന്ന് അദ്ദേഹം ചെറുതായിട്ട് മയങ്ങി. മയങ്ങിയപ്പോ ഈ അരയാൽ ഇപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് ഇളകിക്കൊണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു കുരു, അതിൽ നിന്നൊരു കുരു താഴെ വീണ് ഇദ്ദേഹത്തിന് നേരെ നെറ്റിയുടെ മേളിലേക്ക് വീണു. നെറ്റിയുടെ മേളിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത്രയും ചെറിയ കുരുവാണ് ആലിന്റെ, അല്ലേ? ഇത്രയും വലിയ മഹാവൃക്ഷമായിട്ട് അതിന്റെ കുരു കണ്ടില്ലേ, ഇത്രയും ചെറുതാണ്. അപ്പൊ ഇതിന് ആ ഒരു കുരു, അപ്പം ഇദ്ദേഹം നേരത്തെ പല അവസരങ്ങളിൽ കളിയാക്കിയിട്ടുണ്ട്, ആലിന്, ഇത്രയും വലിയ ആലിന് ഈ ഒരു ചെറിയ കുരുവാണ്. അതിന് ആ ചെറിയ കുരു അത്രയും മുകളിൽ നിന്ന് ഇദ്ദേഹത്തിന് നെറ്റിയിൽ വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉറക്കഭംഗമായി അദ്ദേഹത്തിന് അതികഠിനമായ വേദന എടുത്തു. കാര്യം അത്ര ഉയരത്തിൽ നിന്നല്ല വീണത്. അപ്പോഴത്തേന് അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് റിയലൈസേഷൻ കൊടുക്കുകയാണ് ഭഗവാൻ, അല്ലേ? ഈ മത്തയെങ്ങാനും ഈ ഇതുപോലെ ആലിന്, അരയാലിന് മത്തങ്ങ പോലത്തെ എങ്ങാനും ഒരു കായ്കനികൾ ഉണ്ടാകുമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഭഗവാൻ തന്നെയാണ്, അല്ലേ? ഭഗവാന്റെ സൃഷ്ടി, ഭഗവാൻ ചെയ്തിരിക്കുന്ന സൃഷ്ടി എന്താണ്? പ്രോപ്പറായിട്ട് തന്നെ, വളരെ പ്രോപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? എന്തിന് എന്ത് വേണമെന്ന് ഭഗവാൻ അറിയാം, അല്ലേ? അപ്പൊ ഈ അരയാലിനെങ്ങാനും ഈ മത്തങ്ങ പോലത്തെ ഒരു കായാണ് ഉണ്ടായിരുന്നത്, അതിന്റെ ചോട്ടിൽ കൂടെ നടക്കുന്നവർക്കോ വിശ്രമിക്കുന്നവർക്കോ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരുന്നു? ഈ ചെറിയൊരു കുരു വീണിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പം ഭഗവാന്റെ സൃഷ്ടിയിൽ നമ്മുടെ ഓരോ അവയവങ്ങളും വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, എത്ര ആപ്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? ഓരോ അവയവങ്ങൾ എവിടെ പ്ലേസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അത് ഭഗവാൻ കൃത്യമായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പം ഈ ആൽവൃക്ഷമായിട്ട് നമ്മൾ, ഈ ആൽവൃക്ഷത്തെ പറ്റി നമ്മൾ നേരത്തെയും നമ്മൾ കുറച്ച് കണ്ടിരുന്നു. ആൽവൃക്ഷം എന്താണ്? നമ്മൾ പലപ്പോഴും ഈ ഒരു ആൽവൃക്ഷത്തെ അല്ലെങ്കിൽ ഉപമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 33 കോടി ഇലകളുള്ള ഒരു വൃക്ഷത്തെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. പല എക്സാമ്പിൾസിൽ കൂടെ ഭഗവത്ഗീതയിൽ തന്നെ കണ്ടിട്ടുണ്ട്, അല്ലേ? അതായത് ആൽവൃക്ഷം, ഏതെങ്കിലും ഒരു വലിയൊരു വൃക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഓരോ ഇലകളിലും വെള്ളം ഒഴിക്കാറില്ല. നമ്മൾ അതിന്റെ വെള്ളം ഒഴിക്കുന്ന എവിടെയാണ്? ചോട്ടിലാണ് അല്ലെങ്കിൽ മൂട്ടിലാണ് ഒഴിക്കുന്നത്, അല്ലെ? അതിന്റെ വേരിലാണ് ഒഴിക്കുന്നത്. വേരിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കും. നമ്മൾ ഓരോ ഇലയും ഒരു ഒറ്റക്കെട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മൂട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ അതെത്തും. അപ്പൊ അതുകൊണ്ട് ഈ 33 കോടി ഇലകള് എന്ന് പറയുന്ന 33 കോടി ദേവന്മാര്, ഉപദേവന്മാര്, അതിന്റെ മൂട് എന്ന് പറയുന്നത് ഭഗവാനാണ്, അല്ലെ? അപ്പം ഭഗവാനെ നമ്മൾ നേരിട്ട് ആശ്രയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാർക്കും ഒരുപോലെ പോഷണം കിട്ടിക്കഴിഞ്ഞു. കാര്യം അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? ഭഗവാൻ. അതിന്റെ മൂലം എന്താണ്? ഭഗവാനാണ്. അപ്പം അവരെല്ലാം ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ദേവന്മാരുടെ അടുക്ക പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്താണ്? അവർ ഒരാളെ പൂജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ പിണങ്ങും. ഒരല്ലേ വെള്ളം ഒഴിച്ചാൽ മറ്റേലേക്ക് കിട്ടത്തില്ല, അത് വാടിപ്പോകും, അല്ലേ? അപ്പം ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അത് വെള്ളം കിട്ടിയില്ല എങ്കിലത്തെ അവസ്ഥ എന്താണ്? അത് കരിഞ്ഞു പോകുന്ന എന്ന് പറഞ്ഞ പോലെ ഇവർ കോപിക്കും. നമ്മൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, ഇന്ദ്രൻ ഗോവർദ്ധന ലീല നടന്ന സമയത്ത് കോപിച്ചപ്പോൾ മഴ പെയ്ച്ചത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കോപം ഉണ്ടാകും, അല്ലേ? അവരെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തരും. ഇതാണ് അവരുടെ അവസ്ഥ, ദേവന്മാരുടെ അവസ്ഥ. കിട്ടിയില്ലെങ്കിൽ അവർ കോപിക്കും. അപ്പോൾ ഒരു ദേവന് കൊടുത്താൽ മറ്റൊരു ദേവൻ കോപിക്കും. അപ്പൊ 33 കോടി ദേവന്മാരെ നമുക്ക് സംതൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ റൂട്ടിൽ അല്ലെങ്കിൽ മൂലത്തെ നമ്മൾ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ സംതൃപ്തരാകും. ആ മൂഡ് എന്ന് പറയുന്നത് ഭഗവാനാണ്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആത്മീയ ലോകം അല്ലെങ്കിൽ ഭഗവാന്റെ ഗോലോക വൃന്ദാവനം വൈകുണ്ഠം, ഈ ആത്മീയ ലോകത്തിന്റെ തല തിരിഞ്ഞ ഒരു രൂപമാണ് എന്നാണ് ഈ ഭൗതിക ലോകം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു വൃക്ഷം തലകീഴായിട്ടുള്ള ഒരു വൃക്ഷമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഭൗതിക ലോകത്തെ. അതിന്റെ വേര് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആത്മീയ ലോകത്തിൽ നിന്ന് തുടങ്ങുന്നു. അതിന്റെ എന്താണ്? ഈ തലകീഴായിട്ടുള്ള ആലിനെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വേരുകൾ മേൽപോട്ട്, ശാഖകൾ കീഴ്പോട്ടുമായിട്ടുണ്ട്.
അക്ഷയമാണ്, അതിൽ ഒരിക്കലും ക്ഷയിക്കാത്ത. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ജ്ഞാനം അല്ല, വേദം എവിടെ നിന്ന് വന്നാണ്? ഭഗവാനിൽ നിന്ന് വന്നാണ് അല്ലേ? ഭഗവാൻ ആദ്യം ആർക്കാണ് കൊടുത്തത്? ബ്രഹ്മദേവനാണ് വേദം ഉപദേശിച്ചു കൊടുത്തത് അല്ലേ? അപ്പൊ ആ വേദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒഴിക്കുന്ന വെള്ളം അത് ഒരുപോലെ എന്താണ് പറയുന്നത്, എല്ലാ സ്ഥലത്തേക്കും എത്തും അല്ലേ? അങ്ങനെ അതിന്റെ ഇലകളാണ് വേദം. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവൻ എത്ര വേദജ്ഞൻ. ഈ വൃക്ഷത്തെ മനസ്സിലാക്കിയ ആളെ നമ്മൾ വേദജ്ഞൻ എന്ന് പറയാം. ഇനി അതിന്റെ ഈ വിവരണത്തിൽ ശ്രീല പ്രഭുപാദര് വളരെ കൃത്യമായിട്ട് 2 പേജുകളിലായിട്ട് അത് മനസ്സിലാക്കാവുന്ന രീതിയിൽ, നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ വായിക്കാം. കാരണം ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപോലെ വായിച്ചിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാം. മാതാജി അത് വായിച്ചോളൂ. മുഴുവൻ വായിക്കട്ടെ പ്രഭു ഞാന്? മാതാജി ഒരു 3 പാരഗ്രാഫ് വായിച്ചിട്ട് ബാക്കി നമുക്ക് അഖിലിനെ കൊണ്ട് വായിപ്പിക്കാം. 2 പാരഗ്രാഫ്. ആയിക്കോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഭക്തിയോഗത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി പ്രതിപാദിച്ചത് കേട്ട ഒരാൾ അപ്പോൾ വേദങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചേക്കാം. വേദ പഠനത്തിന്റെ ഉദ്ദേശ്യം കൃഷ്ണനെ പറ്റി അറിയുകയാണെന്ന് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടുതന്നെ ഒരാൾ വേദജ്ഞനാകും. ഭൗതിക ബന്ധങ്ങളാണ് ഇവിടെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്കായി അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന് അതിരില്ല. ഇതിൽ ആസക്തരായവർക്ക് മോചനവുമില്ല. ആത്മോന്നതിയെ ലക്ഷ്യമാക്കുന്ന വേദസൂക്തങ്ങൾ ഇതിന്റെ ഇലകളെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ഇതിന്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയുന്നു. വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അനശ്വരമെന്ന് പറയപ്പെടുന്ന ഈ മായാവൃക്ഷത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യന് അതിൽ നിന്ന് മുക്തനാവാം. ഈ മോചനത്തിന്റെ പ്രക്രിയ എങ്ങനെയെന്ന് നോക്കാം. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ. ഭഗവത് ഭക്തി സേവനമാണ് അവയിൽ അത്യുത്തമമെന്ന് 13-ാം അധ്യായം സ്പഷ്ടമാക്കുകയും ചെയ്തു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ആസക്തിയുമാണ് ഈ ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഭൗതിക ലോകത്തോടുള്ള ആകർഷണത്തെ ഒഴിവാക്കുന്നതെങ്ങനെയെന്ന് ഇവിടെ ആദ്യമായി തന്നെ വിവരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിന്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ് അതിന്റെ ആരംഭം എന്ന് സാരം. അവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങളാകുന്ന ശാഖോപശാഖകളോടെ അത് വളർന്നു വികസിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവസത്തകൾ ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അഖിലെ. വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കുകയില്ല. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ജലാശയത്തിനരികിൽ പോയി നോക്കിയാൽ കാണാം. വേരുകൾ മുകളിലും കൊമ്പുകൾ താഴെയുമായിട്ടാണ് വെള്ളത്തിൽ നിഴലിക്കുന്നതെന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം. വൃക്ഷച്ഛായ വെള്ളത്തിൽ നിഴലിക്കുന്നതുപോലെ ആധ്യാത്മികമായ ആ വൃക്ഷത്തിന്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതികതയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ചു കാണുന്നവയെല്ലാം തൃഷ്ണ തന്നെ കാരണം. ഭൗതിക ജീവിതത്തിൽ നിന്നും മോചനം നേടണമെന്നാഗ്രഹിക്കുന്നവൻ ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്തെറിയണം. എന്നാൽ അതിനോടുള്ള ബന്ധം ഛേദിച്ചു കളയാൻ കഴിയും. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഈ പ്രതിച്ഛായയ്ക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളതെല്ലാം ആത്മീയ ലോകത്തിലുമുണ്ട്. വ്യക്തിശൂന്യവാദികൾ ബ്രഹ്മമാണ് ഭൗതിക ലോകത്തിന്റെ വേരെന്നു പറയുന്നു. സാംഖ്യസിദ്ധാന്ത പ്രകാരം ആ വേരിൽ നിന്നാണ് പ്രകൃതിയും പുരുഷനും
മനസ്സും മനസ്സും മറ്റും വഴിക്കുവഴിയെ ഉളവായത്. ഇങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സർവാവിഷ്ടകാരണങ്ങളുടെയും മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ ആ കേന്ദ്രത്തിന്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും 180 ഡിഗ്രി ഭൗതിക ലോകവുമാവണം. മേൽ കീഴായി മറിഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് ഇതിലുള്ള വൈവിധ്യമത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും. അവിടെയുള്ളത് സത്യമാണെന്നേ അവിടെയുള്ളത് സത്യമാണെന്ന ഭേദമേയുള്ളൂ. ഭഗവാന്റെ ബാഹ്യശക്തിയാണ് പ്രകൃതി. ഭഗവാൻ പുരുഷനും ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ഈ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷേ ഈ പ്രതിഫലത്തിനു കാരണമായ ഉറവിടമെന്തോ അത് ശാശ്വതമാണ്. യഥാർത്ഥ വൃക്ഷത്തിന്റെ ഭൗതിക പ്രതിബിംബത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞാനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറിഞ്ഞു നീക്കേണ്ട വിധം അറിയുന്നയാൾ എന്നർത്ഥം. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദാന്ത ശക്തങ്ങളാൽ യജ്ഞാദി ക്രിയകളാൽ ആകൃഷ്ടനായവന് വൃക്ഷത്തിന്റെ അഴകുള്ള പച്ചിലകളിലാണ് ബ്രഹ്മം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശമെന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ചായ വൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഹരേ കൃഷ്ണ. വല്ലതും മനസ്സിലായോ? എന്തോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നല്ലേ. ഒരു വൃക്ഷവും അത് പറയുന്നു, വൃക്ഷമായിട്ട് ഉപമിച്ചിരിക്കുന്നു. നമുക്ക് ആ എക്സാമ്പിൾ ഒന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല. പിന്നെ പറഞ്ഞു ആത്മീയ ലോകത്തിൽ കാണുന്നതിന്റെയൊക്കെ തലതിരിച്ച ഒരു ഭാവമാണ് അല്ലെ അവിടെയുള്ള ഇതിന്റെയൊക്കെ തലകീഴായിട്ടുള്ള ഭാവം. നമ്മളിപ്പോൾ ജലാശയത്തിന്റെ ഒക്കെ അരികിൽ നിൽക്കുമ്പോഴത്തേനും അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തലകുത്തിയായി നിൽക്കുന്നെന്ന് പറഞ്ഞ പോലെ ശരിക്കും ആ നിഴല് പോയി കഴിയുമ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള വൃക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നെന്ന് പറഞ്ഞ പോലെ ആ ഒരു നിഴലാ ഇവിടെ മായ ബാധിച്ചിരിക്കില്ല അല്ലേ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരു ജലാശയത്തിന് ജലാശയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള വൃക്ഷങ്ങളൊക്കെ തലകീഴായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും അതൊരു നിഴലല്ലേ, മായയല്ലേ, ഒരു ഭ്രമമല്ലേ. ആ ഭ്രമം മാറ്റി കഴിഞ്ഞാൽ യഥാർത്ഥ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മായ കൊണ്ട് നമ്മളെ ഇങ്ങനെയാണെന്ന് തോന്നിക്കുന്നു, തലകീഴായിട്ട് തോന്നിക്കുന്നു. ശരിക്കും തലകീഴായിട്ടല്ല. അപ്പം ബ്രഹ്മസംഹിതയില് ഈ നമ്മൾ പഠിക്കുന്നുണ്ട്. ബ്രഹ്മസംഹിത ഉള്ളവരെടുത്തു ഉണ്ടോ ആർക്കെങ്കിലും? വൈഷ്ണവ ഗീതങ്ങൾക്കകത്തുണ്ട്. ഈ നമ്മള് ഇവിടുത്തെ കാമത്തിനെ ഗോലോക വൃന്ദാവനത്തിൽ എന്താണ് അതിനെ പ്രേമം എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ നമ്മളത് ഭൗതികമായിട്ട് പറയുമ്പോൾ കാമം, അവിടെ ആ കാമം എന്താണ് പ്രേമമായി മാറും. അപ്പൊ എല്ലാം ഓപ്പോസിറ്റ് ആണ്. അവിടെയുള്ള നമ്മുടെ ഇവിടുത്തെ ലാസ്യവും അവിടുത്തെ ലാസ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ക്രോധ ലോഭ മോഹ മത മത്സരങ്ങള് ഗോലോക വൃന്ദാവനത്തിൽ അതിനെല്ലാം വേറൊരു പതിപ്പാണ് ആ ഒരു ടേംസിന്. അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആ ഒരു ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രീയ കാന്ത കാന്ത പരമപുരുഷ കൽപ്പതരവോ ദ്രുമാഭൂമി ചിന്താമണി ഗണമയി തോയമമൃതം കഥാഗാനം നാട്യം ഗമനമഭി വംശി പ്രിയസഖി ചിദാനന്ദം ജ്യോതി പരമഭി തഥാസ്വാദിമവിച സയത്ര ക്ഷീരാബ്ദി ശ്രവതി സുരഭിഭിശ്ച സുമുഖാൻ നിമേഷാർത്ഥാഖ്യോ വാ വ്രജതി നഹി യത്രാപി സമയാ ഭജേ ശ്വേത ദീപം തമഹമിക ഗോലോകമിതിയം
വിദന്തസ്തേ സന്തഷിതിവിരള ചാരാകതിപയേ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. കലർപ്പില്ലാത്ത ആത്മീയ പ്രവൃത്തികളിൽ കൂടി ലക്ഷ്മി ദേവികൾ സർവ്വകാരണഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രേമശീലനായ അവരവരുടെ ഒരേയൊരു പ്രാണനാഥനെ സേവിക്കുന്നത് എവിടെയാണോ എല്ലാ വൃക്ഷങ്ങളും കൽപ്പവൃക്ഷങ്ങളായിരിക്കുന്നത്, എല്ലാ മണ്ണും രത്നങ്ങളായിരിക്കുന്നത്, അതായത് നമ്മളിവിടെ സാധാരണ വൃക്ഷങ്ങൾ എന്ന് വിചാരിക്കുന്ന അവിടെയെല്ലാം അത് കൽപ്പവൃക്ഷങ്ങളാണ്. കൽപ്പവൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണ്? എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും ആ വൃക്ഷത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ? പിന്നെ എല്ലാ മണ്ണും രത്നങ്ങളാണ്. ഗോലോക വൃന്ദാവനത്തിൽ മുൻപിൽ എന്താണ്? ചിന്താമണി അല്ലേ? ചിന്താമണി രത്നങ്ങളാണല്ലേ? ചിന്താമണി സ്റ്റോണിനോട് നമ്മൾ എന്താണ്? ടച്ച് സ്റ്റോൺ ആണല്ലേ? അത് പണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് ടച്ച് സ്റ്റോൺസും അങ്ങനത്തെ പല പല വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്താണ്? വിദേശികൾ വന്ന്, മുഗളന്മാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് അത് അടിച്ചുകൊണ്ട് പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി. പലത് അവരുടെ മ്യൂസിയത്തിലുണ്ട്. പലരും ചില ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്രൗണില്, സിംഹാസനത്തിലൊക്കെ അത് ഇരിപ്പുണ്ട്. പല രത്നങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ, ഇന്ന് കോഹിനൂർ രത്നോ അങ്ങനെ പറയുന്ന പല സംഭവങ്ങളും ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി ഇവിടുന്ന്, അല്ലേ? അപ്പൊ ഈ പറയുന്ന ഗോലോക വൃന്ദാവനത്തിലെ എന്താണ് പറയുന്നത്? നമ്മളിവിടെ മണ്ണും കല്ലും എന്നൊക്കെ പറയുന്ന അവിടെ എല്ലാം സ്റ്റോൺ ആണ്, അല്ലേ? അവിടെ എല്ലാം മുഴുവൻ രത്നങ്ങളാണ്. എല്ലാ ജലവും അതുപോലെ എല്ലാ ജലവും നടത്തവും നൃത്തമായി മാറുന്നത്. അപ്പം നമ്മളുടെ ഓരോ നടത്തം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നടക്കുവാണെങ്കിൽ അതെന്താണ്? നൃത്തം ആണ്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ എല്ലാം ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? അതിന്റെ ആ ഒരു പ്രതിഫലനം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നിഴല്. ആ നിഴലിനെ അങ്ങ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം നമ്മൾ വൃക്ഷങ്ങളെ കാണുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മായ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ലോകത്തിലാണ്. നമ്മൾ മായയിൽ നിന്ന് അല്ലെങ്കിൽ ത്രികോണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജലവും നടത്തുന്ന നൃത്തമായിരിക്കുന്നത്. എവിടെയാണോ ഓടക്കുഴൽ പ്രിയമായ സഹചാരി ആയിരിക്കുന്നത്, എവിടെയാണോ പരമമായ ആധ്യാത്മിക വസ്തുക്കൾ ആസ്വാദകരവും രുചികരവുമായിരിക്കുന്നത്, എവിടെയാണോ എണ്ണമറ്റ പശുക്കൾ എല്ലായ്പ്പോഴും ആധ്യാത്മികമായ പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ കുടിക്കുന്ന പാല് ഭൗതികമായതും അവിടെ ആധ്യാത്മികമായ പാലാണ് ചുരത്തിക്കൊണ്ടിരിക്കുന്നത്. സുരഭി പശുക്കൾ, അല്ലേ? എപ്പോഴും ഭഗവാന് സദാ ഗോവിന്ദാഭിഷേകം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെയുള്ള പുഴകളിൽ കൂടെയൊക്കെ എന്താണ് പാലാണ് ഒഴുകുന്നത്, അല്ലെ? പുഴകളിൽ കൂടെ അങ്ങനെയാണ് പാലാഴി വരുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. പ്രഭുവിന്റെ മെസ്സേജ് ഞാൻ കേട്ടില്ല, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു കാരണം. ഞാൻ പിന്നെ കേട്ടോളാം. ഓക്കെ ഓക്കെ. ഒരുപാട് സന്തോഷം പ്രഭു. ഷാർജയിൽ നിന്നല്ലേ കയറിയിരിക്കുന്നത് ഇപ്പൊ? അതെ. എത്ര വർഷത്തിന് ശേഷമാണ് പ്രഭുവിനെ കാണുന്നത്? എത്ര 4-5 വർഷങ്ങളായെന്ന് തോന്നുന്നു. എത്ര വർഷമായി പ്രഭു കൃത്യമായിട്ട്? എനിക്ക് 4 വർഷമായി. 3 വർഷമായി കാണും, അല്ലേ? 4 വർഷമായി. എന്തായാലും വീണ്ടും കയറാനായിട്ട് പ്രഭുവിന് സാധിച്ചല്ലോ. അങ്ങനെ വീണ്ടും വീണ്ടും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കുറച്ചെടുത്തു പ്രഭു. ഇപ്പൊ ഏകദേശം ഒരു ഓക്കെ, കുഴപ്പമില്ല. കണ്ടിന്യൂ ചെയ്തു. 57 ഇവിടുത്തെ സമയം. അവിടെ 12:57 കാണും. പ്രഭു ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. കുഞ്ഞുമോൻ എന്തി? ഉണ്ട്, അവിടെ ഉറക്കത്തില. അതെയല്ല. സുഖമായിട്ടിരിക്കുന്നോ മാതാജി? സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ട്. എല്ലാരോടും എന്റെ അന്വേഷണം പറയാം, മോളോട്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞങ്ങള് പ്രഭു ഗോലോകത്തിന്റെ വർണ്ണനയായിരുന്നു. അപ്പൊ അത് ആണ് ഈ പ്രഭു തുടർന്ന് കേട്ടോളൂ. അപ്പൊ എവിടെയാണോ എണ്ണമറ്റ പശുക്കൾ എല്ലായ്പ്പോഴും ആധ്യാത്മികമായ പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണോ ആധ്യാത്മിക കാലത്തിന്റെ ശാശ്വതമായ അവതാരം ഉള്ളത്, എവിടെയാണോ വർത്തമാനം ഭൂതം ഭാവി ഇല്ലാത്തത്. അപ്പൊ ഗോലോകത്തിൽ വർത്തമാനം എന്താണ് ഭൂതം ഭാവി ഇതൊന്നും ഇല്ല. കാരണം അവിടെ അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു കാലമാറ്റോ അവിടെ ഒരു ടൈമോ അങ്ങനത്തെ ഒന്നും ഇല്ല അവിടെ ഗോലോകത്തില്. പിന്നെ ഒരു ക്ഷണിക പോലും സമയം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഇല്ലാത്തവർ ഉള്ളത്. അവിടെയുള്ളവരാരും എന്താണ് സമയം നഷ്ടപ്പെടുത്തുക എന്ന പരിപാടിയില്ല. സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അവിടെ ഈ ഒരു സമയവും കാലവും ഒക്കെ വരുന്നുള്ളൂ. കാലസ്വരൂപനായ സാക്ഷാൽ ഭഗവാൻ അവിടെ ഇരിക്കുമ്പം സദാസമയം ഉള്ളപ്പോൾ അങ്ങനെ ഒരു ടൈമിന്റെ ആവശ്യമില്ല അവിടെ. ആ ശ്വേതദ്വീപ് എന്ന ആധ്യാത്മികമായ ഇരിപ്പിടത്തെ ഞാൻ ആരാധിക്കുന്നു.
ഇതാരാണ് പറയുന്നത്? ബ്രഹ്മദേവൻ പറയുന്ന ബ്രഹ്മസംഹിതയിലാണ്. ബ്രഹ്മദേവൻ നേരിട്ട് ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ ബ്രഹ്മസംഹിതയിൽ കൂടെ എഴുതിയിരിക്കുന്നത്, അല്ലെ? ഗോലോകം എന്നറിയപ്പെടുന്ന ഈ ഭഗവാന്റെ വാസസ്ഥലത്തെ പറ്റി ഈ ലോകത്തിൽ സാക്ഷാത്കാരം ലഭിച്ച വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാനാവുള്ളൂ എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഗോലോകത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ലക്ഷ്മി ദേവികൾ അവിടെ സേവ ചെയ്യുന്ന, അടിച്ചുവാരി വൃത്തിയാക്കുന്ന, അതിന്റെ സ്ട്രീറ്റ് ഒക്കെ വൃത്തിയാക്കുന്ന ആരാണ്? അനേകായിരം ലക്ഷ്മി ദേവികളാണ്, അല്ലേ? ആ ശ്ലോകം എവിടെയാ പറയുന്നത്? അനേകായിരം ലക്ഷ്മി ദേവിമാരാണ് അവിടെ ഭഗവാനെ സേവ ചെയ്യാനായിട്ടിരിക്കുന്നത്, അല്ലേ? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ശ്ലോകം? ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അതായത് ആയിരക്കണക്കിൽ, ശതം എന്ന് പറഞ്ഞ 100, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, അല്ലെ? ആയിരക്കണക്കിന് എന്നാണ് ശതസഹസ്രം എന്ന് പറഞ്ഞാൽ. ആയിരക്കണക്കിന്, ഇനി മൾട്ടിപ്ലൈഡ് ബൈ എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം, അല്ലെ? അത്ര ശതസഹസ്ര ലക്ഷ്മിമാരാണ് ഭഗവാനെ എപ്പോഴും സേവ ചെയ്യാനായിട്ട് അവിടെ ഉള്ളത്, അല്ലെ? അവിടെ എവിടെയാണോ എല്ലാ വൃക്ഷങ്ങളും കൽപ്പവൃക്ഷങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വൃക്ഷങ്ങളും, നമ്മളിപ്പോൾ ഭൗതിക ലോകത്ത് പറഞ്ഞ വൃക്ഷത്തെ പറ്റിയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അശ്വത്ഥം എന്നുള്ള ആലിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രതി പ്രഭുവായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയുക, ഞാൻ ഇപ്പോഴാണ് ഈ അശ്വത്ഥം കറക്റ്റായിട്ട് ഞാൻ എന്തുകൊണ്ട് പ്രഭു ആ ഒരു ഇതിൽ കയറാനായിട്ട് സാധിച്ച എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നുന്നു. കാര്യം പ്രഭുവിന് ഒരു മോൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മോന് എന്ത് പേര് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടി പേര് വരണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അശ്വത്ഥം എന്നാണ് പറഞ്ഞത്, അല്ലെ? അശ്വത്ത്. അപ്പം ഈ അശ്വത്ഥത്തിന്റെ ശരിക്കായിട്ടുള്ള അർത്ഥം ഞാൻ ആലാണ്. ഭഗവാൻ നമ്മൾ പറയുന്ന ആ ശ്ലോകം 10ാമത്തെ ചാപ്റ്ററിൽ ഞാൻ വൃക്ഷങ്ങളിൽ അശ്വത്ഥമാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഭഗവാന്റെ പേര് തന്നെയാണ് അശ്വത്ഥം. അപ്പം ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൽപ്പവൃക്ഷങ്ങളെ ഏതൊരു മണ്ണും രത്നങ്ങളായിരിക്കുന്നത്. അപ്പം നമ്മൾ ആത്മീയ ലോകവും ഭൗതിക ലോകവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തിയല്ലേ. ആത്മീയ ലോകത്തിൽ ഉള്ളതിന്റെ ഒരു പ്രതിഫലനമാണ്, അല്ലെങ്കിൽ നിഴലാണ് ഇത്. പക്ഷെ ആത്മീയ ലോകം എന്ന് പറഞ്ഞാൽ ശാശ്വതവും, ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്, അല്ലെ? നമ്മളൊരു ജലാശയത്തിൽ ചെന്നിട്ട് നമ്മൾ എന്താണ്, വൃക്ഷങ്ങളുടെ ഛായ തലകീഴായിട്ട് നിൽക്കുകയാണ്. ശരിക്കും നമ്മൾ ഈ ജലാശയത്തിൽ നോക്കം മേളിലോട്ട് തല ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യഥാർത്ഥ വൃക്ഷം നേരെ തന്നെയാണ് നിൽക്കുന്നത് മനസ്സിലാവും, അല്ലെ? അപ്പൊ ഭഗവാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ തലകീഴായിട്ട് നിൽക്കുന്ന വൃക്ഷത്തോടാണ് ഈ ഭൗതിക ലോകത്തെ ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ വൃക്ഷത്തിന്റെ വേര് തുടങ്ങുന്ന ബ്രഹ്മലോകത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ ഇലകളൊക്കെ വേദമന്ത്രങ്ങളാണ്. അത് അക്ഷയമാണ് എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നാണ്, അല്ലെ? ഭഗവാന്റെ വാണിയാണ്. ഭഗവാൻ ആദ്യം ഈ വേദങ്ങൾ ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തത്? ബ്രഹ്മദേവന്. അപ്പൊ ബ്രഹ്മദേവനിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പരമ്പരകളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഓരോ ശാഖകളായിട്ട്. ആ പരമ്പരകൾ ഏതൊക്കെയാണ്? ബ്രഹ്മദേവനിൽ നിന്ന് ആർക്ക് ആദ്യം കിട്ടി? നാരദമുനിക്ക് കിട്ടി. നാരദമുനി അദ്ദേഹത്തിന്റെ ശിഷ്യനായ വ്യാസദേവന് കൊടുത്തു. വ്യാസദേവൻ എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ 4ആയിട്ട് പകുത്തു, അല്ലെ? അവരെല്ലാം ശ്രവണത്തിൽ കൂടെയാണ് അവർക്ക് കിട്ടിയത്, അല്ലെ? ഈ വേദങ്ങൾ വ്യാസദേവന് നാരദമുനി എന്താണ് ശ്രവണത്തിൽ കൂടെയാണ് കിട്ടിയത്, അല്ലെ? അല്ലാതെ നാരദമുനി എഴുതി കൊടുക്കുക അല്ല ചെയ്തത്. നാരദമുനി പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശിച്ചു കൊടുത്ത അദ്ദേഹം 4ആയിട്ട് അദ്ദേഹം എഴുതി, 4ആയിട്ട് പകുത്തു. നമുക്ക് മനസ്സിലാകുന്നത് ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങൾ, അല്ലെ? ഋഗ് വേദം, യജുർ വേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചു. അങ്ങനെ പിന്നെ അതിന് വേദാന്തങ്ങളുടെ ഭാഷ എഴുതി. വേദങ്ങളുടെ അന്ത്യം എന്താണ്? ഭഗവാനെ അറിയുക, അല്ലെ? നമ്മളെപ്പോഴും ഇതിനകത്ത് ശ്രീലപ്രഭാതർ പറയുന്നത്, നമ്മളുടെ അച്ഛൻ ആരാണെന്ന് അറിയാണ്ട് നമ്മളുടെ ആധികാരികമായിട്ടുള്ള സോഴ്സ് ഏതാണ്? നമ്മുടെ അമ്മയോട് ചെന്ന് ചോദിച്ചാൽ മതി, അല്ലെ? നമ്മളുടെ അച്ഛൻ ആരാണെന്ന് അറിയാനായിട്ട് അമ്മ പറഞ്ഞു തരുന്നതാണ് പ്രമാണം, അല്ലെ? അതിനൊരു മാറ്റവും ഇല്ല. കാര്യം നമ്മളല്ലാതെ നമ്മൾ ഓരോരുത്തർ അച്ഛനാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഏതെങ്കിലും ലാബറട്ടറി പോയി ചെക്ക് ചെയ്യുമോ? ഏതെങ്കിലും അങ്ങനത്തെ ഒരു സമ്പ്രദായം നമ്മൾ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലേ? ചിലപ്പോൾ കോടതിയിലൊക്കെ ഇങ്ങനെ DNA ടെസ്റ്റ് നടത്തുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? പക്ഷെ ആധികാരികമായിട്ട് നമ്മൾ നമ്മുടെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അമ്മ പറഞ്ഞു തരും എന്താണ്, ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ നമ്മൾ അമ്മയായിട്ട് വിചാരിക്കുവാണെങ്കിൽ ആ വേദങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പരമദിവ്യോത്തം പുരുഷൻ ചോദിച്ചാൽ വേദങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇദ്ദേഹമാണ്
പരമദിവ്യോത്തമ പുരുഷൻ. വേദാന്തം എന്ന് പറയുന്ന വേദങ്ങളെ മനസ്സിലാക്കുക. വേദാന്തം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു തരികയാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മളെ പരമ ദിവ്യോത്തമ പുരുഷൻ ആരാണ്, ഇന്ന ആളാണെന്ന് പറഞ്ഞു തരികയാണ്. ഇപ്പൊ ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ജ്ഞാനം എന്താണ്? ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു വൃക്ഷം, തലകീഴായിട്ട് നിൽക്കുന്ന വൃക്ഷം, അതിങ്ങനെ ഭൗതിക ലോകം വരെ നീണ്ടിരിക്കുന്നു, അതിന്റെ ശാഖകൾ, അല്ലെ? അപ്പൊ അങ്ങനെ ബ്രഹ്മാവിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട് ഇതിന്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയപ്പെടുന്നു. വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണ് ബ്രഹ്മലോകം. ബ്രഹ്മലോകമാണ് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും ഉയർന്ന ഗ്രഹം. അനശ്വരം എന്നാണ് അതിനെ പറയപ്പെടുന്നത്. കാര്യം ബ്രഹ്മലോകത്തിന് നാശം സംഭവിക്കുന്ന ആ ബ്രഹ്മാവിന്റെ ഒരു ജീവിതകാലം കഴിയുമ്പോഴേ അതിന് നാശം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ അനശ്വരം അല്ലെങ്കിൽ എറ്റേണൽ എന്ന് നമ്മൾ വളരെ പരിമിതമായ ഒരു കാലയളവ് എന്ന് പറയാം. നമ്മളെ സംബന്ധിച്ചിട്ട് അത് വളരെ വലിയ കാലയളവാണെങ്കിലും ബ്രഹ്മദേവന്റെ ഒരു 100 വയസ്സിന് ശേഷമേ ആ ബ്രഹ്മലോകം നശിക്കുകയുള്ളൂ. 100 രാത്രിയും 100 പകലും. അപ്പൊ ആ 100 വയസ്സ് ഇപ്പോൾ ഇരിക്കുന്ന ബ്രഹ്മദേവന് 100 വയസ്സായി കഴിയുമ്പോൾ മാത്രമേ ആ ബ്രഹ്മലോകത്തിന് അധപ്പതനം ഉണ്ടാവുള്ളൂ, അല്ലെ? ഈ മോചനത്തിന്റെ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ട്. മുൻ അധ്യായത്തിൽ പറഞ്ഞു. ഭഗവത് ഭക്തി സേവനമാണ് അവയിൽ അത്യുന്നതം എന്ന് 13ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഭഗവാനോട് ചെയ്യുന്ന ഭക്തി സേവനം നമ്മൾ നേരത്തെ 14ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു. നമ്മൾ ഡിവോഷണൽ സർവീസസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ത്രിഗുണങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ എന്നും മനസ്സിലായി, അല്ലേ? അപ്പം ഭക്തിയുത സേവനമാണ് എന്താണ് അത്യുന്നതമെന്ന് 13ാമത്തെ അധ്യായം നമ്മളോട് പറഞ്ഞു തന്നു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിന്റെ ആസക്തിയുമാണ് ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അല്ലെ? നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരുപാട് മനക്കോട്ടകളും കെട്ടി നമ്മൾ അതിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനക്കോട്ടകളൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് വിരക്തി വരിക. കൂടുതൽ ഭൗതികളോട് അറ്റാച്ച്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് അത് വലിയ ദുഃഖമേ തരുള്ളൂ, അല്ലെ? അപ്പൊ അതിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ്, അല്ലെ? ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് വിരക്തി അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് വരിക. ആത്മീയ കാര്യങ്ങളോട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ആസക്തി അല്ലെങ്കിൽ പ്രേമം അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുക. അതാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ഡിവോഷണൽ സർവീസ് വഴി മാത്രമേ നമുക്കിത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൗതിക അസ്തിത്വത്തിന്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തിൽ നിന്നാണ് അതിന്റെ ആരംഭം എന്ന് സാരം. അപ്പൊ ഈ വേര് മേൽപോട്ടാണ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് ഈ ഉയർന്ന ലോകങ്ങളിൽ നിന്നാണ് ഈ ജ്ഞാനം നമ്മളിലേക്ക് എത്തുന്നത്. വേരിൽ കൂടെയാണല്ലോ പോഷണം വൃക്ഷത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അവിടെ നിന്നാണ് ഈ ആധ്യാത്മിക ജ്ഞാനം നമ്മളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അതുപോലെ അവിടെ നിന്ന് അനേകം ഭൗതിക അസ്തിത്വത്തിന്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണ് ആരംഭം എന്ന് സാരം. ഇവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങളാകുന്ന ശാഖോപശാഖകളോടെ അത് വളർന്ന് വികസിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവസത്തകളിൽ ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ. ഈ വൃക്ഷം നമ്മൾ തലകീഴായിട്ട് നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ, ഇതിന്റെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മം ചെയ്യണം, അല്ലേ? ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മങ്ങളാണ്. ബാക്കി എല്ലാ കർമ്മങ്ങളിലും എന്താണ്? ഫലം ഉണ്ടല്ലേ? ബാക്കി നമ്മൾ ചെയ്യുന്ന ഒരാൾക്ക് വലിയൊരു സംഭാവന ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഒരാൾക്ക് അന്നം ദാനം ചെയ്തു, ഇതെല്ലാം നമ്മൾ ഒരു ഫലം കാംക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെ? സാത്വിക ഗുണത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു സാത്വിക ആയിട്ടുള്ള ആൾക്കാർ ചെയ്യും, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് അതിൽ നിന്നൊരു ഫെയിം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഫലകാംക്ഷയായി മാറി, അതിന് ഫലമുണ്ട്. അപ്പം നമ്മൾ ഈ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ കർമ്മ പ്രതികരണങ്ങൾ തന്നെയാണ് ഈ വൃക്ഷത്തിന്റെ ഫലങ്ങൾ. ഈ കർമ്മത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, അതാണ് ഈ വൃക്ഷത്തിന്റെ ഫലമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വൃക്ഷത്തിന്റെ അതിന്റെ വെജിറ്റേഷനും എല്ലാം കൂടി സംഭരിച്ചു വെച്ചിരിക്കുന്ന ഈ ഫലത്തിലാണല്ലോ. അപ്പൊ ആ വൃക്ഷത്തിന്റെ ഫലത്തെയാണ് ഈ കർമ്മ പ്രതികരണങ്ങളായിട്ട് ഇവിടെ ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 പുരുഷാർത്ഥങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. നമ്മൾ ഈ സാധാരണ ഭൗതിക ലോകത്തിൽ ചെയ്തു വരുന്ന കാര്യങ്ങളെല്ലാം ഈ പുരുഷാർത്ഥങ്ങളാണ്. ഈ 4 കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചൊക്കെ ധർമ്മം ചെയ്യും. ആ ധർമ്മത്തിന് നമ്മൾ ശരിക്കുള്ള ധർമ്മം എന്താണ്? ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം.
ഭഗവാൻ ഇച്ഛയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ധർമ്മം ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പിതാവ് എന്നുള്ള ധർമ്മം നമ്മൾ പൂർത്തീകരിക്കുന്നു, നമ്മൾ മാതാവ് എന്നുള്ള ധർമ്മം പൂർത്തീകരിക്കുന്നു, ഭർത്താവ്, ഭാര്യ, മകൻ, പിന്നെ ഒരാൾ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ധർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നമ്മളുടെ ധർമ്മം ചെയ്യണം, വല്ല ഭഗവാൻ ധർമ്മ പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്ത് അവതരിച്ചല്ലേ? ആ ശ്ലോകം ഏതാണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ കാലാകാലങ്ങളിൽ അവതരിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ ഭഗവാൻ തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ടാണ് അവതരിച്ചതല്ലേ? അപ്പൊ അർത്ഥം എന്താണ്? ധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? ധർമ്മം ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അർത്ഥം ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികള്. കാമം, പിന്നെ എന്താണ്? കുറേ ആഗ്രഹങ്ങൾ, അല്ലെ? അങ്ങനത്തെ ആ കാമം, പിന്നെ എന്താണ്? ഫൈനലി നമ്മൾ മോക്ഷം. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, നമ്മളുടെ കാര്യങ്ങളൊക്കെ പുലർത്തി പോരുന്നത്. ഇതിൽ നിന്ന് ഉപരിയായിട്ടുള്ള ആ ഒരു സംഭവമാണ് ഈ പുരുഷാർത്ഥങ്ങളെ നമ്മൾ എന്താണ് അതിജീവിക്കണം, അതിന്റെ മുകളിൽ എത്തണം. ഈ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പൊട്ടിച്ചിറങ്ങി ഇതിന്റെ അതിര് കടന്നിട്ട് നമുക്ക് മുകളിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ വേരുകൾ മുകളിലും ശാഖകൾ താഴോട്ടുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ ആരും നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു വൃക്ഷത്തെ, അല്ലെ? ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം. ഇതുകൊണ്ടാണ് തലകീഴായിട്ട് കിടക്കുന്ന വൃക്ഷം എന്ന് നമ്മൾ പറയാൻ കാരണം, അല്ലെ? ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ നിഴല് മാത്രമാണ് ഈ ഭൗതിക ലോകമാകുന്ന ഭഗവാൻ പറഞ്ഞ ഇപ്പോഴത്തെ ആ വൃക്ഷം. അപ്പൊ ഈ വൃക്ഷത്തിന്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതിക ഇതിന്റെ വെളിച്ചത്തിൽ പ്രതിഫലിച്ച് കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെയാണ് കാരണം. അതായത് തൃഷ്ണ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്? കുറെ ആഗ്രഹങ്ങൾ, അല്ലെ? ഇപ്പൊ ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്യണം. ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്ത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ എന്താണ് ഈ പറയുന്ന ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കൂ. എന്നാൽ അതിനോടുള്ള ബന്ധം ഛേദിച്ച് കളയാൻ കഴിയണം. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ വേരറുത്ത് കളയാനായിട്ട് സാധിക്കണം. ഈ വൃക്ഷത്തെ മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കണം. അപ്പൊ മുറിച്ചു മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് ആത്മീയമായിട്ടുള്ള ഉന്നതി ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഭൗതികതയാകുന്ന ഈ വൃക്ഷത്തെ മുറിച്ചു മാറ്റാൻ സാധിക്കുന്നവർക്ക് മാത്രമേ കൂടുതൽ നമുക്ക് എന്താണ് ആത്മീയതയിലേക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ യഥാർത്ഥ വൃക്ഷത്തിന്റെ പ്രതിച്ഛായക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളത് എന്തും ആത്മീയ ലോകത്തിലുമുണ്ട്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ആത്മീയ ലോകത്തും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടു ആത്മീയ ലോകത്ത് എന്തൊക്കെയാണെന്ന്. സാധാരണ വൃക്ഷങ്ങളല്ല അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ കൽപ്പവൃക്ഷങ്ങൾ. ഇവിടെയുള്ള കാമം അവിടെ എന്താണ്? പ്രേമമായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ഇവിടെയുള്ള നടത്തം അവിടെ എന്താണ്? നൃത്തമാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അല്ലെ? ഇവിടെയുള്ള സാധാരണ പശുക്കള് എന്താണ് ചുരത്തുന്ന? പാല്. അവിടെ ചുരത്തുന്ന അമൃതമാണ് ചുരത്തുന്നത്. ഇവിടെയുള്ളത് മണ്ണും കല്ലും ഒക്കെ എന്താണ്? അവിടെ എന്താണ്? ഉരക്കല്ലാണ്. ഉരക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉള്ളത് എന്താണ്? ചിന്താമണി സ്റ്റോൺസ് ആണ്, അല്ലെ? എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന കല്ലുകൾ. അപ്പൊ നമ്മൾ ആത്മീയ ലോകവും ഭൗതിക ലോകത്തിലെ വസ്തുക്കളുമായിട്ട് നമ്മൾ പശുക്കളൊക്കെ കാമധേനുക്കൾ, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുന്നത്, അല്ലെ? അതുപോലെ ഇവിടെയുള്ള നദികളിൽ വെള്ളം, അവിടെയുള്ള നദികളിൽ എന്താണ്? അമൃതാണ്. സദാ സുരഭി പശുക്കൾ ചുരത്തുന്ന ആ ഭഗവാനെ ഗോവിന്ദാഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാല് ആണ് അതുവഴിയുള്ള. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്ന ക്ഷീരസാഗരം എന്ന് തന്നെ പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ എന്താണ്? പ്രകൃതി, പുരുഷനും ത്രിഗുണങ്ങളും പഞ്ചമഹാഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും വഴിയെ ഉളവായതാണ്. അങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഈ 24 മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് മാതാജിക്ക് ഒന്ന് പറയാമോ? ഹരേഷ്ണ പ്രഭു, 24 മൂലകങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങൾ, അതാണ് പ്രഭു. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മളെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള 24 മൂലകങ്ങൾ നമ്മൾ പലതവണ പറഞ്ഞാണ്. എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ,
കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സേ ബുദ്ധി, മിഥ്യാഹങ്കാരം, പിന്നെ എന്താണ് കാലം, പിന്നെ ജീവാത്മാവ്, പരമാത്മാവ്, അതുകൂടെ കൂടുമ്പോഴത്തേന് 26 ആവും. അങ്ങനെ 26 ഐറ്റം വേണം സൃഷ്ടിക്ക്. ബ്രഹ്മദേവൻ ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ഇത്രയും വിഭവങ്ങൾ, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആരാണ് കൊടുത്തത്? ഭഗവാനാണ് കൊടുത്തത്. ഭഗവാൻ എന്താണ് മസാല അടക്കം കൊടുത്തിട്ട് ഇതിങ്ങനെയാണ് കൂട്ടിച്ചേർക്കേണ്ടതെന്നും ഭഗവാൻ ബ്രഹ്മദേവനോട് പറഞ്ഞു അല്ലേ? അതൊക്കെ നമ്മൾ പലതവണ കണ്ടതാണല്ലോ അല്ലേ? ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മള് ഈ ഭൗതിക പ്രകൃതിയും പ്രകൃതിയിൽ എന്താണ് ആ ഒരു ബീജം കൊടുത്തത് ആരാണ്? പുരുഷനായിട്ടുള്ള ആളാരാണ്? ഭഗവാൻ പുരുഷനുമാണ്. ഇപ്പൊ ത്രിഗുണങ്ങള്, പഞ്ചമഹാഭൂതങ്ങള്, 10 ഇന്ദ്രിയങ്ങള്, മനസ്സും മറ്റും വഴിക്ക് വഴിയാണ് ഉണ്ടായത്. ഇങ്ങനെ ഇവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സർവ ആവിഷ്കാരങ്ങളുടെ മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ ഈ കേന്ദ്രത്തിന്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും. അപ്പം ഈ സർവാവിഷ്ടങ്ങളുടെ മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ, നമ്മൾ അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുവാണെങ്കിൽ, ഈ കേന്ദ്രത്തിന്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. 180 ഡിഗ്രി ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ആ 180 ഡിഗ്രി ആത്മീയ ലോകവും അതിന് നേരെ 180 ഡിഗ്രി താഴെ വരുന്നത് ഭൗതിക ലോകവും ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മേൽകീഴായി മറിഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. ഇത് തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലുള്ള വൈവിധ്യം അത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും. അവിടെയുള്ളത് സത്യമാണെന്നേ ഭേദമായുള്ളൂ. അപ്പം ഈ ആത്മീയ ലോകത്തിൽ, ഭൗതിക ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും ആത്മീയ ലോകത്തിലും ഉണ്ട്. അവിടെയുള്ളതൊക്കെ സത്യവും ഇവിടെയുള്ളതൊക്കെ മിഥ്യയാണ്. ഇതാണ് വ്യത്യാസം. അപ്പം ഈ ഭൗതിക ലോകത്തിന്റെ പ്രതിഫലനം, ഭൗതിക ലോകം തന്നെ എന്താണ് വളരെ ഇതാണ്, ടെമ്പററി ആണ്. അപ്പൊ ഇവിടെയുള്ളതെല്ലാം മിഥ്യയാണ്, അത് വളരെ താൽക്കാലികമാണ്. ആത്മീയ ലോകത്തിലൊക്കെ ശാശ്വതവും സ്ഥിരവുമാണ്. ഇപ്പൊ യഥാർത്ഥ വൃക്ഷത്തിന്റെ ഭൗതിക പ്രപഞ്ചത്തെ പ്രതിബിംബത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറുത്തു നീക്കേണ്ട വിധം അയാൾ അറിയുന്നയാൾ എന്നാണ് അർത്ഥം. അപ്പൊ ഒരാൾ വേദജ്ഞൻ എന്ന് നമ്മൾ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന ഈ ആസക്തിയെ മുറിച്ചു നീക്കാനായിട്ടുള്ള ജ്ഞാനം കിട്ടിയ ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മറിച്ച് വേദോക്തങ്ങളായ യജ്ഞാതി ക്രിയകൾ ആകൃഷ്ടനായവന് വൃക്ഷത്തിന്റെ അഴകുള്ള പച്ചിലകളിലാണ് ഭ്രമം. ഈ വേദങ്ങളിലൊക്കെ ആസക്തിയായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, ഈ വേദങ്ങളിൽ ആസക്തിയായിട്ട് കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുള്ള ആ വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഫലവും ഇലകളിലൊക്കെയാണ് ആസക്തി. അപ്പൊ ശരിയായിട്ടുള്ള അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. അഴകുള്ള പച്ചിലകളിലാണ് ഭ്രമം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശം എന്തെന്ന്, അല്ലെങ്കിൽ വേദാന്തം എന്താണെന്ന് ഗ്രഹിച്ചിട്ടില്ല. വേദങ്ങൾ ഗ്രഹിച്ച ആ പച്ചിലകളിലും അതുപോലെ തന്നെ ആ ഫലങ്ങളിലും ഒക്കെയാണ് അദ്ദേഹത്തിന് ആസക്തി. വേദാന്തം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹം ഒരിക്കലും ഗ്രഹിച്ചിട്ടില്ല. ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലുകളാണ് വേദത്തിന്റെ ഉപദേശം. ഈ ശ്ലോകത്തിന്റെ സംഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഛായാവൃക്ഷത്തെ, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഈ നിഴലായിട്ടുള്ള വൃക്ഷത്തെ മുറിച്ചു മാറ്റിയിട്ട് ആത്മീയ ലോകത്തുള്ള യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ്. നേരെ നിൽക്കുന്ന വേരുകൾ താഴെയുള്ളതും ഇലകള് ശാഖകളും മുകളിലുള്ള ആ വൃക്ഷത്തെ കണ്ടെത്തലുകളാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉദ്ദേശം. ഇനി അടുത്ത ശ്ലോകം, 2ാമത്തെ ശ്ലോകം. അപ്പൊ ഈ ഒരു ശ്ലോകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആദ്യം തോന്നിയെങ്കിലും നമ്മളിപ്പോ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അശ്വത്ഥോർധം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അധശോർധം പ്രസൂതാസ്ത്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല അധശ്ച മൂല്യാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അധശോർധം പ്രസിദാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല അധശ്ച മൂല്യാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അധശ്ചോർധം പ്രസൃതാസ്ത്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേഷ്ണ അഖിലിന് വായിക്കാൻ പറ്റുമോ? അധശോർദ്ധം പ്രസ്യത്താസ്ത്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷപ്രവാല അധസ്യ മൂല്യാനുസന്ധാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. സന്തതാനി എന്നായിരുന്നു. ഓക്കെ. അധശ്ച മൂല്യാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. അപ്പം നമ്മളിവിടെ ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം, ശ്രീലപ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ, ശ്രീലപ്രഭുപാദ് തസ്യ അതിന്റെ ശാഖകൾ അഥ താഴോട്ടും ഊർധ്വം ച മേലോട്ടും പ്രസൃത വിസ്തൃതങ്ങളായിരിക്കുന്നു. പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് വർദ്ധിതങ്ങളായിരിക്കുന്നു. വിഷയപ്രവാല വിഷയങ്ങളെ ചില്ലകളോട് കൂടിയവയാണ്. അധച്ച അധോ ഭാഗത്ത് താഴെ മനുഷ്യലോകത്തിൽ കർമാനുബന്ധികളായ മൂലാനി വേരുകൾ അനുസന്ധതാനി നീണ്ടുകിടക്കുന്നു. അപ്പൊ ശ്രീലപ്രഭുപാദരുടെ വിവർത്തനം. ശ്രീലപ്രഭുപാദ് ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേൽപോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴോട്ട് ഇറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രയും. അപ്പൊ അതേ ശ്ലോകം തന്നെ ഒന്നുകൂടെ എടുത്തു പറയുന്നു, കുറച്ചുകൂടെ മനസ്സിലാകാവുന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ അർത്ഥം. ഈ 15-ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായമാണ്. കാര്യം പല ശ്ലോകങ്ങൾ, ഇതിനി വരുന്ന ശ്ലോകങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ആചാര്യന്മാരെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങളായിട്ട് പല ശ്ലോകങ്ങൾ ഇതിലെ ഉദ്ധരിച്ച് പറയാറുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന കുറേ ശ്ലോകങ്ങൾ ഞാൻ അത് ഏതൊക്കെയാണെന്ന് പറയുന്നില്ല. കാര്യം നമ്മൾ അതിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാകട്ടെ. ഇപ്പോഴേ നമ്മൾ ആ ശ്ലോകങ്ങളെ പറ്റി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി അത് പഠിക്കാൻ പോവുകയാണ്. ഈ അധ്യായത്തില് നമുക്ക് ശ്ലോകങ്ങളൊക്കെ വളരെ കുറവാണ്. 20 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി കുറെ അടുത്ത ഒരു ക്ലാസ്സിൽ കഴിഞ്ഞ് 2-ാമത്തെ 3-ാമത്തെ ക്ലാസ് എത്തിക്കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ വളരെ പ്രാമാണികമായിട്ടുള്ള പല ശാസ്ത്രിക് റെഫറൻസിനും ആചാര്യന്മാര് ഉപയോഗിക്കുന്ന കുറെ ശ്ലോകങ്ങളാണ്. അപ്പം അതിലെ പലതും നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതാത് ശ്ലോകം വരുമ്പോൾ ഞാൻ പറയാം. ആ ശ്ലോകങ്ങൾ നമ്മളെല്ലാവരും അത് ബൈഹാർട്ടായിട്ട് പഠിക്കണം. അത് ഇന്ന അധ്യായത്തിൽ ഇന്ന ശ്ലോകമാണെന്ന് പോലും നമ്മൾ ആധികാരികമായിട്ടുള്ള പ്രമാണം, ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന 15-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ 15-ാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ ശ്ലോകം അനുസരിച്ചിട്ട് ഇപ്രകാരമാണ്, ഇതാണ് ആധികാരികമായിട്ടുള്ള പ്രമാണം എന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പിതാവാണ് ആരാണെന്ന് പറയാനായിട്ട് മാതാവാണ് ആധികാരിക പ്രമാണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ശ്ലോകങ്ങൾ, കാര്യം സയൻസിൽ നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഭഗവാന്റെ വാക്കുകള് ആധികാരിക പ്രമാണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുകയേ തരയുള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ഈ ത്രിഗുണങ്ങൾ കൊണ്ട് ആണ് ഈ പറയുന്ന ആ ശാഖകൾ താഴോട്ടും മേൽപോട്ടുമായിട്ട് ഇങ്ങനെ പടർന്നിങ്ങനെ കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. അപ്പൊ ഇതിന്റെ ചില്ലകൾ, ചെറിയ ചെറിയ ചില്ലകള്, ഇപ്പൊ ശാഖകള് ത്രിഗുണങ്ങളാണെങ്കിൽ ഇതിന്റെ ചില്ലകൾ ഇന്ദ്രിയ വിഷയങ്ങളാണ്. നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ്? കാമം, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങളുണ്ടല്ലേ. നമ്മൾക്ക് ആ ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ആസക്തി കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ ബാക്കി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഈ ചില്ലകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രികോണങ്ങളാണ് അതിന്റെ ശാഖകൾ. അതിൽ നിന്നുണ്ടാകുന്ന ചില്ലകളാണ് എന്താണ് ഈ പറയുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ. ഈ വൃക്ഷത്തിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളുമുണ്ട്. നമ്മൾ ചില ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ കാണാം, പേരാലിന്റെ ഈ വേരുകൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നേരെ വരുന്ന, അതിന്റെ ശാഖകളിൽ നിന്ന് വേരുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാം അല്ലെ. എന്ന് പറയുന്ന പോലെ ഈ വൃക്ഷത്തിന്
താഴേക്ക് ഇറങ്ങുന്ന വേരുകളുണ്ട്. അപ്പൊ തലകീഴായിട്ടാണ് ഈ വൃക്ഷം കിടക്കുന്നതെങ്കിലും ഇതിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളും ഉണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതിന്റെ ശാഖകളിൽ നിന്ന് വേരിങ്ങനെ താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെടുത്തിയാണത്രേ പറയുന്നത്. അപ്പൊ ഇത് നമ്മളുടെ മാനവരാശിയിലുള്ള ഫലോദിഷ്ട കർമ്മങ്ങളോടാണ് ആ വേരുകളെ ഉപമിച്ചിരിക്കുന്നത്. ഇനി ശ്രീല പ്രഭുപാദർ ഇതിൻ്റെ അകത്ത് ഭാവാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഒരു പാരഗ്രാഫ് മാതാജി, ഒരു പാരഗ്രാഫ് അഖിലും വായിച്ചോളൂ. ഫസ്റ്റ് പാരഗ്രാഫ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം. ഈ അരയാൽ വൃക്ഷത്തെ പറ്റിയുള്ള വിവരണം തുടരുന്നു. അതിന്റെ ശാഖകൾ എല്ലാ ദിക്കുകളിലേക്കും പടരുന്നുണ്ട്. കീഴ്ഭാഗത്ത് മനുഷ്യരും കുതിര, പശു, നായ, പൂച്ച മുതലായ ജീവികളും അധിവസിക്കുന്നു. താഴത്തെ ശാഖകളിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. മുകളിലത്തെ ശാഖകളിലാണ് കുറെ കൂടി ഉയർന്ന നിലയിലുള്ള ജീവസത്തകളായ ദേവന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയ ഉന്നത ജീവി വർഗങ്ങളുടെ സ്ഥിതി. സാധാരണ വൃക്ഷത്തിന് പോഷണം കിട്ടുന്നത് വെള്ളത്തിലൂടെയാണ്. ഈ വൃക്ഷത്തിന് പോഷണം ലഭിക്കുന്നതാകട്ടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെയും. ചിലപ്പോൾ ഒരു ഭൂഭാഗം വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിയും മറ്റു ചിലപ്പോൾ കുതിർന്ന് പച്ചയായും കാണപ്പെടാം. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ചിലതിന്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഓരോരോ ജീവിവർഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ അഖിൽ. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ ചില്ലകൾ. പ്രകൃതിയിലെ ഓരോ ഗുണവും വെവ്വേറെ ഇന്ദ്രിയങ്ങളാണെന്ന് പോഷിപ്പിക്കുക. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ജീവികൾ വ്യത്യസ്ത വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ചെവി, മൂക്ക്, കണ്ണ് മുതലായ വിഷയാനുഭവോപാധികൾ ശാഖാഗ്രങ്ങളേത്ര ശബ്ദം, സ്പർശം, രൂപം തുടങ്ങിയവ ചില്ലകളും. പലവിധത്തിലുള്ള സുഖദുഃഖാനുഭവങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന രാഗദ്വേഷങ്ങളാണ് ഈ മഹാവൃക്ഷത്തിന്റെ തായ്വേരുകൾ. എമ്പാടും പടർന്നു കിടക്കുന്ന ഈ വേരുകളിൽ നിന്നാണ് പുണ്യപാപ കർമ്മങ്ങളായുള്ള പ്രവണതകൾ വളരുന്നതെന്ന് പറയപ്പെടുന്നു. വൃക്ഷത്തിന്റെ അടിവേര് ബ്രഹ്മലോകത്തിലും മറ്റു വേരുകൾ മാനുഷിക ഗ്രഹവ്യൂഹങ്ങളിലുമാണ്. മനുഷ്യന്റെ ഉപരിലോകങ്ങളിൽ വെച്ച് പുണ്യകർമ്മങ്ങളുടെ ബലമനുഭവിച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് തന്റെ കർമ്മങ്ങളെ അഥവാ ബലോദിഷ്ട പ്രവർത്തനങ്ങളെ ഉത്കർഷത്തിനായിക്കൊണ്ട് പുനരാരംഭിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യലോകം കർമ്മഭൂമി എന്ന് കരുതപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മള് ഇത് പുരുഷോത്തമ യോഗത്തിൽ കൂടെയാണ് നമ്മളിപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പുരുഷോത്തമ യോഗം എന്ന് ഭഗവാൻ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് യോഗം ചെയ്യുന്നത്, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുരുഷോത്തമന് വേണ്ടിയിട്ട് തന്നെയായിട്ട് ഒരു മാസം കൂടി ഉണ്ടെന്ന്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിലെ ഇംഗ്ലീഷ് മാസങ്ങൾ ജാനുവരി, ഫെബ്രുവരി എന്ന് പറഞ്ഞ 12 മാസങ്ങൾ. ഇതേപോലെ തന്നെ നമ്മൾ അതൊക്കെ സൂര്യമാസങ്ങളാണ് അല്ലെ, സൗരമാസങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഈ അറബിക് മാസങ്ങളുണ്ട്, അതെല്ലാം ചാന്ദ്രമാസം എന്ന് പറയും. ചന്ദ്രന്റെ ഗതി അനുസരിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ നമ്മൾ വൈഷ്ണവർ ഫോളോ ചെയ്യുന്നത് ചാന്ദ്രമാസമാണ്. അപ്പൊ അതിലെ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർത്തികയൊക്കെ കടന്നുപോയി. അങ്ങനെ ഈ 12 ഭഗവാന്റെ നാമങ്ങളിൽ തന്നെ 12 മാസങ്ങളാണ്. നമ്മൾ ഈ തിലകം ധരിക്കുമ്പം ധരിക്കുന്ന ആ 12 മന്ത്രങ്ങൾ, അത് 12 മാസങ്ങളുടെ പേരാണ്. കേശവായ നമഃ, കേശവ മാസം, മാധവ മാസം, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിലെ
അതിലെ ഒരു മാസമാണ് ഈ 12 മാസങ്ങളും കഴിഞ്ഞിട്ട് 13ാമത്തെ ഒരു മാസമുണ്ട്. അത് തന്നെ അധിമാസം എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ കാര്യം 12 മാസം, 3 വർഷം കൂടുമ്പോഴാണ് ഈ അധിമാസം വരുന്നത്. ഇപ്പൊ 30 ദിവസങ്ങളിൽ 31 എന്നൊക്കെ ഇടയ്ക്ക് വരത്തില്ല. ചില മാസങ്ങളിൽ 31 ഇംഗ്ലീഷ് മാസങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവരൊരു വർഷത്തെ 365 ദിവസം ആക്കുന്നത്. ചിലപ്പോൾ ഫെബ്രുവരി 28, ചിലപ്പോൾ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരി 29 ആകുന്നു. ഇപ്പൊ ഇപ്രാവശ്യം 28 ഉള്ളല്ലേ, 4 വർഷത്തിൽ കഴിയുമ്പോൾ 29 ആകുന്നു അല്ലെ. ഇപ്പൊ ഇങ്ങനത്തെ ഈ കുറവുകളില്ലേ, ഈ കുറവുകൾ ഫെബ്രുവരിയിൽ കൊടുത്തിരിക്കുന്ന ഈ കുറവും ഈ പറയുന്ന 31 എന്നുള്ള ആ നമ്പറില്ല. അപ്പൊ 31 ശരിക്കും പറഞ്ഞ ഒരു മാസത്തിലെ ഒരു സംഖ്യ കൂടില്ല. 31 ഈ പറയുന്ന ഫെബ്രുവരിയിൽ 28-ന് 2, അങ്ങനെ എത്ര 31 മാസങ്ങളുണ്ടോ, എത്ര 28 മാസങ്ങളുണ്ടോ, അതിൻ്റെ അകത്ത് ബാക്കി ഇതെല്ലാം കൂടെ മിച്ചം വെച്ച് വരുമ്പോൾ ഈ 3 വർഷം കഴിയുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം അധിമാസമായിട്ട് കൂട്ടുവാണ്. അപ്പൊ ഈ അധിമാസം വന്നപ്പോൾ ഈ അധിമാസത്തിന് ദേവതകളുണ്ട്, ഓരോ മാസത്തിന് ദേവതകളുണ്ട്. അധിമാസം വന്നു കഴിഞ്ഞപ്പോൾ ഈ അധിമാസത്തിന്റെ ദേവത, പുരുഷോത്തമ മാസത്തിന്റെ ദേവത, കാര്യം ഇതൊരു കൊള്ളുകയില്ലാത്ത മാസമാണെന്ന് അങ്ങ് ഒരു പ്രചാരണം നടന്നു. ഇത് കൊള്ളിക്കാൻ പറ്റത്തില്ല, ഇത് അധിമാസമാണ്, അധിമാസത്തിൽ ഒരു പുണ്യപ്രവർത്തികളും ചെയ്യാനായിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചാരണമൊക്കെ അങ്ങ് നടന്നു. അപ്പം പ്രചാരണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അധിമാസത്തിന്റെ ദേവത ഭഗവാന്റെ അടുക്കൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇനി തൊട്ട് ഈ മാസത്തെ അങ്ങനെയാണെങ്കിൽ പുരുഷോത്തമ മാസം എന്ന് അറിയപ്പെടട്ടെ. ആർക്കും വേണ്ട 13ാമത്തെ മാസം അല്ലേ, ആർക്കും വേണ്ടാത്തപ്പം അത് എന്റെ മാസമായിട്ട് എന്റെ കാര്യങ്ങൾ ആ മാസം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുവാണെന്നുള്ള ഫലം എത്രയാണ്? 10,000 മടങ്ങാണ്. അതുകൊണ്ടാണ് ഈ കാർത്തിക മാസത്തിൽ ചെയ്തതിനേക്കാളും ഉപരിയായിട്ടുള്ള ഫലമാണ് പുരുഷോത്തമ മാസത്തിൽ. അത് 3 വർഷത്തിൽ ഒരിക്കലാണ് പുരുഷോത്തമ മാസം വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ പുരുഷോത്തമ മാസത്തിൽ നടന്ന ഒരുപാട് ഭഗവാന്റെ ലീലകളുണ്ട്. അതുപോലെ തന്നെ പുരുഷോത്തമ മാസത്തിലാണ് ഈ നരസിംഹ ഭഗവാന്റെ ആവിർഭാവം എന്നും കേട്ടിട്ടുണ്ട്. ഈ പുരുഷോത്തമ മാസം വന്നത് കാര്യം ഈ നരസിംഹദേവൻ അവതരിക്കാനുള്ള കാരണവും ഈ മാസത്തിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിരണ്യകശിപു ഭഗവാന്റെ അടുക്കൽ നിന്ന്, ബ്രഹ്മദേവന്റെ അടുക്കൽ നിന്ന് വരം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന 12 മാസങ്ങളിൽ ഒന്നും തന്നെ ജനിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ വധിക്കാൻ പാടില്ല. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? 13ാമത്തെ മാസത്തിലാണ് അവതരിച്ചത്. 12 മാസത്തിൽ 13 മാസമുണ്ട് എന്ന് ഭഗവാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പഴുതുകളൊക്കെ എന്താണ് തകർക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകാതെ വിഡ്ഢിയായ ഇദ്ദേഹം പറഞ്ഞ് 12 മാസങ്ങളിൽ ഒന്നും തന്നെ എന്നെ വധിക്കാൻ പറ്റില്ല, ദേവനോ അസുരനോ വധിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനോ മൃഗത്തിനോ വധിക്കാൻ പറ്റില്ല, ഒരു ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ പാടില്ല. അങ്ങനെ പല പല നിബന്ധനകൾ വെച്ച സമയത്ത് ഇവിടെ ഈ പുരുഷോത്തമന് വേണ്ടിയിട്ട് തന്നെ ഒരു മാസമുണ്ട്, പുരുഷോത്തമ മാസം. അതിപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മളത് കഴിഞ്ഞു പോയി, പുരുഷോത്തമ മാസം. ഞാൻ പുരുഷോത്തമ മാസത്തിന്റെ ഐതിഹ്യം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ, ദ്രൗപദി കാര്യം പുരുഷോത്തമ മാസത്തില് ഒരു ചെറിയ അപരാധം ചെയ്തതിന്റെ ഫലമായിട്ടാണ് 5 ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാകാനായിട്ട് കാര്യം. അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നീടുള്ള ജന്മങ്ങളിൽ 5 ഭർത്താക്കന്മാരെ വരിക്കേണ്ടി വന്നതൊക്കെ ദ്രൗപദിയുടെ പാസ്റ്റ് ലൈഫാണ്. അത് പുരുഷോത്തമ മാസമായിട്ട് ബന്ധപ്പെട്ടാണ്. പുരുഷോത്തമ മാസത്തെ അപമാനിച്ചത് കൊണ്ടാണ് ദ്രൗപദിക്ക് ഈ ഒരു ഗതി വന്നതെന്നൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ആർക്കൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. മാതാജി എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ദീപാ മാതാജിക്ക് അറിയായിരിക്കാം. അപ്പൊ അങ്ങനെയാണ് പുരുഷോത്തമ മാസം. അപ്പൊ അങ്ങനെ പുരുഷോത്തമ മാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇത് നമ്മൾ 15ാമത്തെ ചാപ്റ്റർ പുരുഷോത്തമ യോഗം. അപ്പം ഈ എല്ലാ മാസങ്ങളിലും ശ്രേഷ്ഠമാണ്. ഈ മാസത്തിൽ വരുന്ന 2 ഏകാദശികളാണ് ആദ്യമാസത്തിൽ വരുന്ന ഏകാദശി. സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ 24 ഏകാദശിയാണ്. ഈ പുരുഷോത്തമ മാസം വരുന്ന വർഷം മാത്രം 2 ഏകാദശി അധികമായിട്ട് വരുന്നുണ്ട്. 26 ഏകാദശി ആ വർഷത്തിൽ വരുന്നു. ആ 2 ഏകാദശിയും പരമവിശിഷ്ടമായ ഏകാദശിയാണ്. അപ്പം നമ്മൾ പറയുന്ന ഈ അരയാൽ വൃക്ഷത്തെ പറ്റിയുള്ള വിവരണം തുടരുന്നു. അതിന്റെ ശാഖകൾ എല്ലാ ദിക്കിലേക്കും പടരുന്നുണ്ട്. കീഴ്ഭാഗത്ത് മനുഷ്യരും കുതിരകളും പശു, നായ, പൂച്ച മുതലായ ജീവികൾ അധിവസിക്കുന്നു. താഴത്തെ ശാഖകളിലാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. മുകളിലത്തെ ശാഖകളിലാണ് ആരൊക്കെ? ഉപരിലോകങ്ങളിൽ നമ്മൾ പറയല്ലേ, അവിടെ ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും അപ്സരസുകളും ഒക്കെ വസിക്കുന്ന സ്ഥലം. ഈ തുടങ്ങിയ ഉന്നത ജീവിവർഗങ്ങളുടെ സ്ഥിതി സാധാരണ വൃക്ഷത്തിന് പോഷണം കിട്ടുന്നത് വെള്ളത്തിലൂടെയാണ്. ഈ വൃക്ഷത്തിന് പോഷണം കിട്ടുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രികോണങ്ങളിലൂടെയും.
അപ്പൊ സാധാരണ വൃക്ഷവും ഈ വൃക്ഷം തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വൃക്ഷം ജലത്തിൽ കൂടിയാണ് പോഷണം കിട്ടുന്നത്, അതിന്റെ വേരുകളിൽ കൂടി എടുത്തിട്ടാണ്. ഈ വൃക്ഷത്തിന് പോഷണം കിട്ടുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെയാണ്. ചിലപ്പോൾ ഒരു ഭൂഭാഗം വെള്ളം കിട്ടാതെ ഉണങ്ങിയും മറ്റു ചിലപ്പോൾ കുതിർന്ന് പച്ചയും കാണപ്പെടാം. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ചില ഇതിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ട് ഓരോ വർഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഇതിന് പോഷണം കിട്ടുന്ന അനുസരിച്ചിട്ട് ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ട് ത്രിഗുണങ്ങൾ ചിലപ്പോൾ അതിൽ ഏതൊരു ഗുണം ഉയർന്നു വരാം, മറ്റേ ചില ഗുണങ്ങൾ താഴ്ന്നു വരാം. അപ്പൊ ഇതിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ടാണ് ഇതിന്റെ പോഷണം അനുസരിച്ചിട്ട് ഓരോ ജീവിവർഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് സൃഷ്ടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ ചില്ലകൾ. അപ്പൊ ഈ വൃക്ഷത്തിന്റെ ചില്ലകളെ ഇന്ദ്രിയ വിഷയങ്ങളോട് ഉപമിച്ചിരിക്കുന്നു. പ്രകൃതിയിലെ ഓരോ ഗുണവും വെവ്വേറെ ഇന്ദ്രിയങ്ങളെയാണ് പോഷിപ്പിക്കുക. അപ്പൊ ഈ പ്രകൃതിയിലെ ഈ 3 ഗുണങ്ങൾ ഓരോരോ ഇന്ദ്രിയങ്ങളെയാണ് പോഷിപ്പിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജീവികൾ വ്യത്യസ്ത വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ജീവികൾ വ്യത്യസ്ത വിഷയങ്ങളെയാണ് അനുഭവിക്കുന്നത്. ചെവി, മൂക്ക്, കണ്ണ് മുതലായ വിഷയാനുഭവോപാധികൾ ശാഖകൾ അത്രേ. അപ്പൊ ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മൾ ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ കാരണം, അല്ലെ? കണ്ണുകൾ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നു, ചെവികൾ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, മൂക്കിന് നമ്മൾ ആവശ്യമില്ലാത്ത മണങ്ങളൊക്കെ, ചിക്കനും ഇതൊക്കെ പൊരിച്ച മണം ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ഇന്ദ്രിയ ആസ്വാദനം വരും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സുഖാനുഭവങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന രാഗദ്വേഷങ്ങളാണ് ഈ മഹാവൃക്ഷത്തിന്റെ തായ് വേരുകള്. അപ്പം എന്താണ്? ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ വിഷയ അനുഭവാദികൾ ശാഖകൾ അത്രേ. ശബ്ദം, സ്പർശം, രൂപം തുടങ്ങിയവ എല്ലാ ചില്ലകളും. അപ്പം നമ്മളുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞ ശബ്ദം, സ്പർശം, ഗന്ധം, ഇവയൊക്കെ എന്താണ്? അതിന്റെ രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ വേരുകൾ, ഈ രാഗദ്വേഷങ്ങളാണ് ഈ മഹാവൃക്ഷത്തിന്റെ തായ് വേരുകൾ. എമ്പാടും പടർന്നു കിടക്കുന്ന ഈ വേരുകളിൽ നിന്നാണ് ആസ്തികവും നിരീശ്വരവാദവും പ്രവണതകളായി വളരുന്നതെന്ന് പറയപ്പെടുന്നു. ചിലതൊക്കെ ഇപ്പോൾ മിക്കവാറും കാണാം ആക്ടിവിസ്റ്റുകൾ, അല്ലെ? ആസ്തികവും നിരീശ്വരവാദവും. ബുദ്ധിസം എന്താണ് പഠിപ്പിച്ചത്? നിർവ്വാണം. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഈശ്വരനോ അങ്ങനത്തെ ഒരു കാര്യവും അവർ പറയുന്നില്ല, അല്ലെ? ഇതിനപ്പുറം എന്താണ്? നിർവ്വാണം, സീറോ, ഒന്നുമില്ല, ഇനി ഒരു ലൈഫോ ആത്മാവോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ആസ്തിക്യവും നിരീശ്വരവാദവും ഒക്കെ തന്നെ, ദൈവമില്ലാന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നിരീശ്വരവാദം ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണ്. ഇപ്പൊ വൃക്ഷത്തിന്റെ അടിവേര് ബ്രഹ്മലോകത്തിലും മറ്റു വേരുകൾ മാനുഷിക ഗ്രഹങ്ങളുമാണ്. അപ്പൊ അടിവേര് അല്ലെങ്കിൽ തായ്വേര് എന്ന് പറയുന്ന ബ്രഹ്മലോകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മറ്റുള്ള ഇങ്ങനെ ശാഖകളിൽ നിന്ന് തൂങ്ങി താഴേക്ക് വരുന്ന വേരുകളൊക്കെ എന്താണ്? അത് മറ്റുള്ള ഗ്രഹവ്യൂഹങ്ങളിലുണ്ട്. മനുഷ്യൻ ഉപരിലോകങ്ങളിൽ വെച്ച് പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് തന്റെ കർമ്മങ്ങളെ അഥവാ ഫലോദിഷ്ട പ്രവർത്തനങ്ങളെ ഉത്കർഷത്തിനായിക്കൊണ്ട് പുനരാരംഭിക്കുന്നു. അതുകൊണ്ട് ഈ മനുഷ്യലോകം കർമ്മഭൂമി എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ ഈ ഉപരിലോകങ്ങളിൽ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഈ സുഖങ്ങളുടെ ഒക്കെ ഒരു പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ആസ്വദിക്കണം തോന്നുമ്പോൾ നമ്മൾ ഭൗതിക ലോകത്തേക്ക് താഴ്ത്തപ്പെടുമെന്ന് നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. പുണ്യകർമ്മങ്ങളുടെ ഫലമൊക്കെ അവിടെ നിന്ന് അനുഭവിച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് തന്റെ കർമ്മങ്ങളെ അഥവാ ഫലോദിഷ്ട പ്രവർത്തനങ്ങളുടെ ഉത്കർഷത്തിനായിട്ട് വീണ്ടും പുനരാരംഭിക്കുന്നു. അപ്പൊ വീണ്ടും നമ്മൾ എന്താണ്? ഈ കർമ്മഫലങ്ങളുടെ ആ ഒരു ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നിൽക്കുന്നതുകൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വന്ന് വീണ്ടും നമ്മൾ ഈ കർമ്മഫലങ്ങളുടെ ആ ഒരു ഫലം, ഈ വൃക്ഷത്തിന്റെ ഫലം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 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 നമ്മൾ ഇവിടെ തന്നെ ആ കർമ്മഭൂമി നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ കർമ്മഭൂമി ഭൗതിക ലോകത്തിൽ വെച്ചിട്ട് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ശരീരം ഉണ്ടെങ്കിലേ നമ്മൾ കർമ്മം ചെയ്യാനുള്ളൂ. അപ്പൊ വീണ്ടും ശരീരം കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ്, 1-2 പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഹലോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞോളൂ. പ്രഭു, ഇതില്
ഒന്നാമത്തെ ശ്ലോകത്തിൽ അവസാനം പറഞ്ഞിട്ടില്ലേ, ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളത് പോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഇതില് പ്രഭു ആ വൃക്ഷം എന്താ പറയുന്നത്, ആത്മീയ വൃക്ഷം എന്ന് പറയുന്നത് ആ തല തിരിഞ്ഞിട്ടുള്ള വൃക്ഷമാണോ അല്ലെങ്കിൽ നേരെയായിട്ടുള്ള വൃക്ഷമാണോ തല പ്രഭു തിരിഞ്ഞിട്ടുള്ള പറയുന്നത്? വൃക്ഷം, അതാണ് ഛായാവൃക്ഷം. നിഴലാണ്. ഛായ എന്ന് പറയുന്നത് നിഴലാണ്. വെറും ഒരു തോന്നല് മാത്രമാണ്. അപ്പൊ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞെന്നല്ലേ? അപ്പൊ എനിക്ക് ആ ഇത് മനസ്സിലായില്ല. അപ്പൊ ഛായാവൃക്ഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആത്മീയ ഇതിന്റെ അതിനെ അല്ല, മുറിച്ചു ഭൗതികമാണ്. കളയാനാണോ പറയുന്നത്? ഭൗതികമാണ്. ആത്മീയ ലോകത്തിലെ എല്ലാത്തിന്റെയും നിഴലാണ് ഭൗതികം എന്ന് പറഞ്ഞല്ലോ അല്ലെ? നമ്മൾ അതിനുവേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞത്. നമ്മളൊരു ജലാശയത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ യഥാർത്ഥ വൃക്ഷം അവിടെ നിൽക്കുന്നു അല്ലെ? നമ്മള് ഈ ജലാശയത്തിൽ കാണുന്നത് തലകീഴായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളെ ദൃഷ്ടി എപ്പോൾ ഉയർത്തി കരയിലേക്ക് മാറ്റുന്നു, അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് മിഥ്യയാണ്, ഞാൻ ഇതിനകത്ത് കണ്ടത്, നിഴൽ അല്ലെങ്കിൽ ഛായയാണ് കണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ എപ്പോഴും ആ റിയലൈസേഷൻ ഉണ്ടാകുന്നോ അത് തന്നെയാണ് പറയുന്നത്, ഛായാവൃക്ഷത്തെ മുറിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ വൃക്ഷത്തെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആത്മീയ ലോകത്തേക്ക് നമുക്ക് എത്തിച്ചേരാണ്ട് പറ്റും എന്നാണ് പറയുന്നത്. ആത്മീയ ലോകത്തിന്റെ ഏതെങ്കിലും ശാഖകളില് മനസ്സിലായില്ലേ ചെല്ലാനായിട്ട് പറ്റുമെന്ന് പറയുന്നത് ആചാര്യന്മാര്. നമ്മുടെ ഈ നിഴല് മാറിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ഭൗതിക ലോകം എന്താണ്? ഒരു നിഴലാണ് അല്ലെ? എല്ലാത്തിന്റെയും ആത്മീയ ലോകത്തുള്ള വിപരീത ഐറ്റങ്ങളാണ് അല്ലെ? ഇതെല്ലാം ടെമ്പററി ആണ്, പക്ഷെ അവിടുത്തെ എല്ലാം പെർമനന്റ് ആണ്. അവിടുത്തെ ചിന്താമണി സ്റ്റോൺസ്, അവിടുത്തെ നദികള് പാലരുവികളാണ് അല്ലെ? അതുപോലത്തെ വൃക്ഷങ്ങളെല്ലാം തേനൂറുന്ന കനികള്, അതുപോലെ തന്നെ പുഷ്പങ്ങൾക്കൊക്കെ സദാ സൗരഭ്യമുള്ള പുഷ്പങ്ങൾ, നമ്മൾ ഇവിടുത്തെ പോലത്തെ പുഷ്പങ്ങളല്ല. അതുപോലെ തന്നെ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങള്, അത് വൃക്ഷങ്ങളിൽ പഴങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പുഷ്പങ്ങളെല്ലാം തേനൂറുന്ന അല്ലെങ്കിൽ സൗരഭ്യം പരത്തുന്ന പുഷ്പങ്ങള്. അതുപോലെ തന്നെ കാമധേനു ഏതു സമയത്തും പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ലോകം, ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ശാശ്വതം. നമ്മൾ ഇവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് എന്താണ്? ടെമ്പററി ആണ്, അത് പരിമിതങ്ങളാണ്, അതുപോലെ തന്നെ അത് നിലനിൽപ്പില്ലാത്തതാണ്. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും വേറെ ചോദ്യം? അഖിലിനോ രതി പ്രഭു കേട്ടിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല. ഹരേഷ്ണ പ്രഭു, ഞാൻ ഡ്യൂട്ടിയിലും കൂടിയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. അതെ അല്ലേ? ഹരേ കൃഷ്ണ. എന്നാലും പ്രഭു ഡ്യൂട്ടിയിലായിരുന്നത് അല്ല, ഞാൻ പെട്ടെന്ന് ലിങ്ക് വന്നപ്പോഴേ കാരണം ഒരു ആഗ്രഹം, ഒരുപാട് നാളായില്ലേ ഇങ്ങനെ, അപ്പോൾ പെട്ടെന്നൊരു ചാൻസ് അയക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വെളിയിലായിരിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് നാളായി നിങ്ങളുടെ ശബ്ദമൊക്കെ ഒന്ന് കേട്ടിട്ട്, അപ്പോൾ ഒന്ന് കയറാന്ന് വിചാരിച്ചു. അതെ അല്ലേ? ഇപ്പൊ സന്തോഷം. പണ്ട് 150 പേരുള്ളതിൽ നിന്ന് ശോഷിച്ചിപ്പം വെറുതെ വെറും 4 അല്ല, എന്നാലും അത് കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ് പ്രഭു കാര്യം. അതിൽ ആ ഒരു മനസ്സല്ലേ നമുക്ക് വേണ്ടത്. അതെ പ്രഭു, അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടിയിൽ അത് പ്രഭു എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, ആളുകൾ ഒരാളാണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുന്നല്ലേ. അതെ അതെ അതെ. ഭഗവാന്റെ കാര്യം പറയാനല്ലേ. ചില സമയത്ത് പ്രഭാകരൻ പ്രഭു മാത്രമേ കാണാറുള്ളൂ, അല്ല, എന്നാലും ദാറ്റ്സ് ഫൈൻ. ഞാൻ ക്ലാസ് അപ്പോഴും എടുക്കും. നമ്മൾ എടുക്കണം. കാരണം പ്രഭാകരൻ പ്രഭു പ്രഭാകരൻ പ്രഭു ഡ്യൂട്ടിയിൽ ഉണ്ടല്ലേ ഇരുന്നോണ്ടാണ്. അതില്? ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പ്രഭുവിനെ അറിയാവുന്ന ഒരാളേ ഉള്ളൂ, പ്രഭാകരൻ പ്രഭു. അതെ 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 അതെ. ഉം. ഖത്തറിൽ തന്നെയാണോ പ്രഭു ഉള്ളത്, പ്രഭാകരൻ പ്രഭു ഉള്ളത്? ഇപ്പോഴും ഡ്യൂട്ടിയിലാണ്, വണ്ടി ഓടിക്കുക. ഓക്കെ 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 ഇപ്പം ഓക്കെ. മഴ പിന്നെ നമ്മുടെ കമ്മിയില്ല, ആം, ആ, ഔട്ട്ഡോറാണ്, റാസൽഫാന്. അതെ അല്ലേ. പിന്നെ രാജൻ പ്രഭു ഒക്കെ. രാജൻ പ്രഭു ഉണ്ട്. അദ്ദേഹം നാട്ടിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ജോലി ഒന്നും ശരിയായിട്ടില്ല, 1.5 വർഷമായിട്ട് ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കുകയാണ്. രാജൻ പ്രഭുവോ? ആ, അത് ശരി. അതുകൊണ്ട് ഇനി നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. വണ്ടി ഒരെണ്ണം ഒന്ന് വിൽക്കാനായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ. Good afternoon, Radhi. How can I help? ഓക്കെ. അപ്പോ വേറെന്താ, കഴിഞ്ഞോ അപ്പോ? ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ 1-2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് One wind up option I ചെയ്യണം. found is Apple Sorry, Park sorry, on sorry, Apple Parkway in Cupertino. Is that the one you want? സോറി, ഡിസ്റ്റർബൻസ് ആണ്. പ്രഭു പറയാ, അപ്പോ എന്തായി, കഴിഞ്ഞോ ഇത്? ക്ലാസ് കഴിഞ്ഞു പ്രഭു. ഇനി 1-2 പോയിന്റ് പറഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് അത്രേ ഉള്ളൂ. ഓക്കെ. ഞാനൊന്ന് സൈഡിൽ നിൽക്കുന്നുണ്ട്, എനിക്ക്. കുഴപ്പമില്ല പ്രഭു, മ്യൂട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ, ഹരി ബോൾ. താങ്ക് യു പ്രഭു. അഖിലെ പറഞ്ഞോളൂ, എന്തെങ്കിലും സംശയം ഇല്ലെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞോളൂ. പോയിന്റ് പറയാം. ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തെ ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രഭാരം പ്രഭു.
പ്രഭു മ്യൂട്ടാണ്, മൈക്ക് ഓണാക്കൂ. ആ ദുബായിക്കാർ പോയോ? അല്ല, ഉണ്ട് ഉണ്ട്. ആ അല്ല അല്ല, അവിടെ ഉണ്ട്. ഉണ്ട്. ഇവിടെ നമസ്കാരം ഉണ്ടാ? പ്രഭു. ഓക്കെ ഓക്കെ. എന്താണ് വിശേഷങ്ങൾ പ്രഭു? നല്ല സുഖല്ലേ? വിശേഷം, നല്ല വിശേഷം. ഞാനേ ഞാൻ പ്രഭുവിന്റെ പ്രഭു ഒരു ഞാൻ ലിങ്ക് വന്നപ്പോഴേ ഞാൻ ആ ആ പണിയിലും ആ കൂടിയാണ്, അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവാണ്. അതെ, ഞാനും അതെ ഓട്ടത്തിലായിരുന്നു. കൊറിയക്കാരുണ്ടായിരുന്നു ഓട്ടത്തിലാണല്ലേ? വണ്ടിയിൽ. അതാ ഞാൻ എടുക്കാണ്ടിരുന്നത്. ഇപ്പൊ ആളെ ഇറക്കി വിട്ടതാ. അതല്ലേ അതല്ലേ. ഇനിയിപ്പോ അടുത്ത ആഴ്ച പ്രഭു അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതി ഏത് സമയത്താണെന്നുള്ളത്, അപ്പൊ നമുക്ക് അപ്പൊ അപ്പൊ കയറാം പ്രഭു എല്ലാവർക്കും. ചോദിച്ചപ്പോ അങ്ങനെ സൈഡായി. പ്രഭു 12 മണിക്കാണ് അവിടുത്തെ UAE ടൈം. ആ ഓക്കെ ഓക്കെ. എല്ലാ ഞാൻ ദിവസവും. വർക്ക് അറ്റ് ഹോം ആയപ്പോഴേ വെള്ളിയാഴ്ച എന്നും കുറച്ച് വർക്ക് ഉണ്ട്, അപ്പൊ ഞാൻ അതിൽ ഇരുന്നതാ. ഉം, ഉം, ഉം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രഭാകരൻ പ്രഭു പ്രഭു. കണ്ടതിൽ വളരെ സന്തോഷം. സുഖമായിരിക്കുന്നല്ലോ? കുറെ കാലമായി കണ്ടിട്ട്. കുറെ കാലായി നമ്മള് അതെ, കുറെ കണ്ടിട്ട്. കാലമായി കണ്ടതിൽ ചെറിയ വളരെ സന്തോഷം. ആ, ഞാൻ ഖത്തറില് ജയേഷ് പ്രഭു, ഞാൻ മറ്റന്നാൾ വരും കേട്ടോ ഖത്തറില്. ഹരിബോൾ. ആ, ഫാമിലി ഫാമിലി എവിടെ ഫാമിലി ഉണ്ടോ? ഇവിടെ ദുബായിലുള്ള, ഞാനും മോളും വരും. അതെ അല്ലേ. ആ, ആ. ഇവിടെ എന്തെങ്കിലും പ്രഭു പ്രോഗ്രാം? ഓക്കെ ഞാൻ ഓക്കെ ചിലപ്പോൾ വിട്ടുപോകും. 16-ാം തീയതി ഒരു മോർണിംഗ് ഞാൻ എത്തും. 18-ാം തീയതി നൈറ്റേ വരുള്ളൂ. എൻ്റെ പഴയ നമ്പർ വർക്കിംഗ് ആണ്. ജസ്റ്റ് ഒന്ന് വിളിക്കുക, ഒന്ന് കാണാം. ഓക്കെ. ഞാൻ വേറെ കുറെ തിരക്കിലായിരിക്കും, എന്നാലും ജസ്റ്റ് എന്താ ഒന്ന് മോളുടെ റിമൈൻഡ് പ്രോഗ്രാം ചെയ്യിപ്പിച്ചാൽ വല്ലതും ഉണ്ടോ? കാണാം. അല്ല, ഞാൻ വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട്. ആ, ആ, അതെ അല്ലേ. ആ, ആ, ഓക്കെ. ആ. പ്രഭു കാണാം, പ്രഭാകരൻ പ്രഭു. ഖത്തറിൽ വരുന്നുണ്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഹരേ 16-ാം കൃഷ്ണ തീയതി വരും. പ്രഭു. ഓക്കെ ഓക്കെ ശരി, ഓക്കെ. അപ്പോ ഹരേ കൃഷ്ണ. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ എന്നാ. ഹരേ ഓക്കെ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ. താങ്ക് യു. ഞാനും താങ്ക് യു. ഇറങ്ങാം പ്രഭു. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഞാനും താങ്ക് യു. ഓട്ടത്തിലാണ്. ഹരേ കൃഷ്ണ, ഹരേ ഹരേ യേശു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. ബബിത മാതാജി, ഹരേ കൃഷ്ണ. മാതാജി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ? ഹരേ കൃഷ്ണ പ്രഭു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ആസക്തിയും ആണ് ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വം. പ്രഭു. ഹരേ കൃഷ്ണ. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഭൗതിക ലോകത്തിലുള്ളത് മിഥ്യയും ആത്മീയ ലോകത്തിലുള്ളത് മാത്രമാണ് സത്യവുമായിട്ടുള്ളത്. പ്രഭു. അതെ, ഉം, നമ്മൾ ഈ ചുറ്റോട് ചുറ്റും കാണുന്ന ഈ നമ്മുടെ ഭൗതിക ആ, പ്രപഞ്ചവും നമ്മളുടെ ശരീരവും നമ്മളുടെ ഈ പദവിയും ഇതെല്ലാം എന്താണ്? മിഥ്യയാണ് അല്ലേ. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തോന്നൽ മാത്രമാണ്. ഇത് എത്ര തന്നെ നശ്വരമാണ് അല്ലേ. നമ്മൾ ഇപ്പൊ ഉണ്ടെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ അതില്ല. അതുകൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത് അല്ലേ. ഈ വൃക്ഷത്തിന്റെ ശാഖകളായി വരുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. അതുപോലെ വൃക്ഷത്തിന്റെ ചില്ലകളായി വരുന്നത് ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം എന്ന്. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇനി അഖിലിന് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ വേറെ? ഇതില് എഴുതി വെച്ച ഒരു പോയിന്റ് മിസ്സായിട്ടായിരുന്നു. ഗന്ധർവന്മാരിൽ ശ്രേഷ്ഠൻ ചിത്രരഥൻ, പിന്നെ അതേപോലെ തന്നെ വൃക്ഷങ്ങളിൽ അശ്വത്ഥം. ഈ നാരദൻ ഏതില് പെടുന്നു? എന്തിന്റെ ശ്രേഷ്ഠനാണ് നാരദൻ? ഞാൻ ഏത് സ്പീഡിൽ പറഞ്ഞുകൊണ്ട് മിസ്സായി പോയി. അതെയല്ല, ആ ശ്ലോകം നമ്മൾ എടുക്കാം. 26-ാമത്തെ ശ്ലോകം അല്ലേ 10-ാമത്തെ അധ്യായത്തിലെ? ആ ശ്ലോകത്തിലേക്ക് തന്നെ പോകാം. 10-ാമത്തെ അധ്യായം, പരമപദ പ്രാപ്തി അല്ല, വിഭൂതി യോഗം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അശ്വത്ഥ സർവഭൂഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോമുനി. അതായത് വൃക്ഷങ്ങളിൽ അശ്വത്ഥവും, വൃക്ഷങ്ങളിൽ വെച്ചിട്ട് ഞാൻ അശ്വത്ഥമാണ്, മഹാവൃക്ഷമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വൃക്ഷങ്ങളിൽ അശ്വത്ഥം ഞാനാണ്. ദേവർഷിമാരിൽ നാരദൻ, ഗന്ധർവന്മാരിൽ ചിത്രരഥൻ, യോഗസിദ്ധി നേടിയവരിൽ അല്ലെങ്കിൽ യോഗികളിൽ കപിലമുനിയും ഞാൻ തന്നെ. ഓക്കെ. ശ്രീകൃഷ്ണന്റെ ഡിവോട്ടി അല്ലേ ഈ നാരദൻ എന്ന് പറയുന്നത്? അതെ അപ്പോ അതെ. വർഷി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സെയിം മീനിങ് തന്നെയാണല്ലോ, ഡിവോട്ടി എന്നുള്ള ഈ മഹർഷി. ദേവർഷി എന്ന് പറഞ്ഞാലോ? ആ, ദേവർഷി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി.
ദേവർഷിമാരിൽ ഒരുപാട് ദേവർഷികളുണ്ട്. ആ ദേവർഷികളിൽ ഏറ്റവും മുഖ്യനായ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ നാരദമുനി. ഈ ഒരു അധ്യായം നമ്മൾ അകലിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇത് വിഭൂതി യോഗമാണ്, ഭഗവാന്റെ വിഭൂതികളാണ്. അപ്പം ഉം. ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ അംശം ആണ് നമ്മളെല്ലാവരെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഇവരൊക്കെ തന്നെ ഇതിൽ എൻ്റെ അംശം കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രഭാവം കൂടുതലായിട്ടുണ്ട് എന്നാണ് ഭഗവാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കി, 27. ഉച്ചൈസ്രവസാം അശ്വാനാം വിദ്ധി മാമൃതോദ്ഭുതം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. അശ്വങ്ങളിൽ വെച്ച് ഞാൻ ഉച്ചൈസ്രവസ്. ഈ ഉച്ചൈസ്രവസ് എന്താണ്? പാലാഴി മദനത്തിൽ വന്നാണ് അല്ലേ. അമൃതം നേടാനായി കലക്കപ്പെട്ട സമുദ്രത്തിൽ നിന്ന് പിറന്ന കുതിരയാണ് ഉച്ചൈസ്രവസ്. ഇതിനെ ആരാണ്? ഇന്ദ്രനാണ് സ്വീകരിച്ചത് അല്ലേ. ആനകളിൽ വെച്ചിട്ട് ഐരാവതവും, അത് ഇന്ദ്രവാഹനമായ ഐരാവതവും, മനുഷ്യരിൽ വെച്ചിട്ട് രാജാവുമാണ് ഞാൻ. മനുഷ്യരിൽ വെച്ചിട്ട് രാജാവ്. അപ്പൊ ഭഗവാന്റെ ആ സുപ്രീമസി കാണിക്കുന്ന അതാണ് വിഭൂതി യോഗം. വൈഭവങ്ങള് പറയുവാണ് ഇതിനകത്ത് മുഴുവൻ, ഈ ഒരു അധ്യായം മുഴുവൻ ഭഗവാന്റെ സുപ്രീമസി അല്ലെങ്കിൽ വൈഭവങ്ങള് ഓരോരോ ശ്ലോകത്തിൽ കൂടെ പറയുവാണ്. പിന്നെ അടുത്തതിൽ പറയുന്ന ആയുധങ്ങളിൽ വെച്ചിട്ട് വജ്രവും, അല്ലെങ്കിൽ ഇടിമിന്നല്, പശുക്കളിൽ വെച്ചിട്ട് സുരഭി പശുവും. പശുക്കളിലെ ഏറ്റവും ഇതാണ് കാമധേനുമായിട്ടുള്ള സുരഭി പശു. പിന്നെ ജനനഹേതുക്കളിൽ വെച്ചിട്ട് കാമദേവനും, സർപ്പങ്ങളിൽ വെച്ചിട്ട് വാസുകിയും ഞാൻ തന്നെയാണ്. മഹാദേവന്റെ കഴുത്തിലിരിക്കുന്ന പാമ്പ ആരാണ്? വാസുകി. സർപ്പങ്ങളിൽ വെച്ചിട്ട് വാസുകിയും ഞാനാണ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ വിഭൂതി യോഗം, അത് നമ്മൾ ആ വിഭൂതി യോഗം ആദ്യം മുതൽ നമ്മൾ ഇനിയിപ്പം ഭഗവത്ഗീത കയ്യിലുണ്ടല്ലോ, ആ ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം കൂടെ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഇനിയിപ്പം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ നമ്മൾ വേണേൽ ആദ്യം മുതലൊരു അതിന്റെ ആമുഖമുണ്ട്, ഇൻട്രഡക്ഷൻ. ആ ഇൻട്രഡക്ഷൻ ഒരു 10-15 പേജ് ഉണ്ട്. ആ 10-15 പേജ് വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സംഗ്രഹം കിട്ടും, ഭഗവത്ഗീതയെ പറ്റി മുഴുവൻ ഒരു സംഗ്രഹം കിട്ടും. പിന്നെ ഓരോ ശ്ലോകങ്ങൾ ഒരു 5-6 ശ്ലോകം ഇത് ഒരു ദിവസം വായിച്ചതിന്റെ അർത്ഥവും വായിച്ച് അടയാളം വെക്കുക. അങ്ങനെ അങ്ങനെ വേണം തുടക്കം മുതൽ ഇങ്ങനെ വരുമ്പം ഈ ഭഗവത്ഗീത തീരുന്നതോടൊപ്പം തന്നെ ഭഗവത്ഗീത ഒരു റിവിഷനൂടെ തീരാണ്ട് പറ്റും. നമ്മൾ ഭഗവത്ഗീത ഇപ്പൊ 15ാമത്തെ ചാപ്റ്റർ 15, 16, 17. ഇനി അടുത്തത് 16 ശ്രദ്ധാവിഭാഗങ്ങൾ, ദേവാസുര ഭാവങ്ങൾ, പിന്നെ സന്യാസത്തിന്റെ പരിപൂർണത എന്ന് പറഞ്ഞ് 18ാമത്തെ ഇതുകൊണ്ട് തീരുവാണ്. 700 ശ്ലോകങ്ങളുമായി. ഇനി അതിനോടൊപ്പം തന്നെ ഒരു റിവിഷനും തുടരുക. നമ്മളൊരു ജീവിതകാലം മുഴുവൻ പഠിച്ചാലും ഭഗവത്ഗീത എവർ ഫ്രഷ് ആണ്. നമ്മളിനി പഴയ ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഞാൻ നോക്കിയതാണോ പഠിച്ചതാണോ എന്ന് തോന്നി. 8 വർഷമായിട്ട് ഭഗവത്ഗീത പഠിച്ചിട്ട് 13ാമത്തെ ചാപ്റ്ററിന്റെ പകുതിയിൽ താഴെ ആക്കിയിട്ടാണ് ഗുരുപ്രഭു നമ്മളെ വിട്ടിട്ട് നാട്ടിൽ പോയി സെറ്റിലായത്. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവത്ഗീത ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം ആരുടെയെങ്കിലും ഒരു അധ്യാപനത്തില്. പക്ഷെ അത് എന്തുകൊണ്ടോ എനിക്ക് യോഗ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം നിർത്തിയെടുത്ത് വെച്ചിട്ട് ഞാനായിട്ട് അങ്ങ് എടുത്തു പോവാണ്. അപ്പൊ അതിന്റെ പ്രാമാണിക ആധികാരികതയൊന്നും എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണ വ്യക്തിയാണ്. ഞാൻ ഈ നിങ്ങൾ വായിക്കുന്ന ഒപ്പം തന്നെ ഞാൻ വായിച്ചിട്ട് ഞാൻ അതിന്റെ പ്രഭു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മെമ്മറി കുറച്ചൊക്കെ ഭഗവാൻ ആ സമയത്ത് തരുന്നത് കൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കത് ഒരുമിച്ച് മനസ്സിലാക്കാം. ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ് കൃഷ്ണ സയൻസ് എന്ന് പറയുന്നത്. അത് അത്രയ്ക്കൊന്നും പെട്ടെന്ന് ആൾക്കാർക്ക് ഗ്രഹിക്കത്തില്ല. ഈവൻ ഗ്രഹിച്ചു എന്ന് നമ്മൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മായയാണ് നമ്മുടെ കൂടെ സഹവാസം. അതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതെല്ലാം പഠിച്ചു, ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു എന്ന് വിചാരിച്ചു നമ്മളൊരു പണ്ഡിതനാകുന്നില്ല. കാര്യം മായ സഹവാസം ഉള്ളത് കൊണ്ട് നമ്മൾ എത്രയും ഇതിൽ ഡൈവേർട്ട് ആകാനായിട്ട് നമ്മളെ ഇതാകാനായിട്ട് സാധ്യതയുണ്ട്. അത്രയ്ക്ക് നമുക്കറിയാം ഇവിടെ കുറച്ച് ഉയർന്ന ഡിവോട്ടീസിനൊക്കെ സംഭവിച്ചത്. അവരെല്ലാം തന്നെ ഈ 150 പേരുള്ളതിൽ ഇത്രയും ജനസംഖ്യ എത്രയുണ്ട്, ഇപ്പൊ ഇത്ര ആയതിൻ്റെയും കാരണം അതുകൊണ്ടാണ്. മായ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത മുഴുവൻ വായിക്കാൻ പറ്റി പഠിക്കാൻ പറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ ഒരു വലിയ ഉയർന്ന ലെവലിലേക്ക് എത്തുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഭയങ്കര സ്വാധീനമാണ് മായയുടെ. മായാശക്തി ഏതെല്ലാം രീതിയിൽ നമ്മളെ വന്നിട്ട് ആക്രമിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് മായയുടെ പ്രതിപ്രവർത്തനങ്ങളിൽ വീഴാതിരിക്കണമെങ്കിൽ എന്താണ് ഒരേ ഒരു മാർഗം? ഞാൻ എന്താണ് സത്സംഗത്തിൽ ശരണാഗതി പ്രാപിച്ചിരിക്കുകയാണ്. മായ പിടിക്കാതിരിക്കുന്നുണ്ട് സത്സംഗം. അതൊന്ന് മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഭൗതിക ശക്തി എത്ര സ്ട്രോങ് ആണെന്ന് നമ്മൾ
ഈ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എത്ര സ്ട്രോങ് ആണെന്നറിയോ. ഒരു ഹിമാലയത്തെ നമ്മൾ കീഴടക്കാൻ പറ്റും. ഈ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അതിജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ, അല്ലേ? എന്താണ് മമ മായ ദുരത്യയ, എന്റെ മായ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിമത്താണെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. എന്റെ മായയിൽ നിന്ന് അതിജീവിക്കുക അതിദുഷ്കരമാണെന്ന് ഭഗവാൻ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞപ്പോഴോ എത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സാധാരണക്കാർക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വരുക, അല്ലെങ്കിൽ നമ്മളുടെ ടച്ചൊക്കെ അങ്ങ് വിട്ടുപോകും. ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിച്ചത് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ ഏകദേശം ഒക്കെ മനസ്സിലാകും അതിന്റെ ഭാവാർത്ഥം ശ്രീലപ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. വഞ്ചാകൽപതരുപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജയ്, അനന്തകോടി ആചാര്യവന്തി കീ ജയ്. ഗൗരപ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.